എല്ലാ ഭാരവും സ്വന്തം തലയിലേറ്റിക്കൊണ്ട് ഒരു കുടുംബത്തെ നയിച്ച എൻ്റെ അമ്മ. 3 മക്കൾ. അസാധാരണമാണ് അമ്മയുടെ കഷ്ടപ്പാട്. ആരെയും നിന്നും വായ്പ വാങ്ങാൻ ഞാൻ പോവില്ല. വാങ്ങിയിട്ടില്ല. ഇല്ല, ഇതുവരെ വായ്പ വാങ്ങിയില്ല. തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിലാണോ താമസിക്കുന്നത്? പാർട്ടി ഓഫീസിലായിരുന്നു. എൻ്റെ മകൻ ഒരു തവണ വരുമ്പോൾ നല്ല കൂടിയ ഒരു ഷർട്ട് കൊണ്ടുവന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അപ്പോൾ കൊണ്ടുവന്നത് അച്ഛനാന്ന് പറഞ്ഞ വെളുത്ത ഷർട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഒരു കാറ് വാങ്ങാൻ ഞാൻ മുതലാളിയാവും. ഞാൻ ഒരിക്കലും ഒരു മുതലാളി അവൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനെന്നും തൊഴിലാളിയാണ്. അപ്പോൾ സ്ഥാനമാനങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ മാത്രമല്ല, ഈ കൊടികുത്തിയ കാറ് പോകുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. മന്ത്രിയാകുമെന്ന് പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. ഒരാൾ 10 രൂപ വന്നിട്ട് എനിക്ക് എഴുതി, പിന്നെ പ്രിയ രവിയേട്ടന് 10 രൂപയെ ഞാനിപ്പോൾ അയക്കുള്ളൂ. ഇത് എൻ്റെ ഒരു സംഭാവനയായിട്ട് കണക്കാക്കണം. നമസ്കാരം, ഷൂട്ടഡ് സൈറ്റിലേക്ക് സ്വാഗതം. ഈ പൊതു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ എതിരാളികൾക്ക് പോലും മോശമായി ഒന്നും പറയാനില്ലാത്ത ഏക സ്ഥാനാർത്ഥി ആരെ എന്ന് ചോദിച്ചാൽ ഉത്തരമൊന്നേ ഉള്ളൂ. തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. മറ്റൊരു സവിശേഷത കൂടി പന്ന്യൻ രവീന്ദ്രനുണ്ട്. കഴിയുമെങ്കിൽ എന്നെ മത്സരത്തിൽ നിന്നും ഒഴിവാക്കി തരണമേ എന്ന് അഭ്യർത്ഥിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥിയും പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, ശ്രീ സഖാവ് പന്ന്യൻ. നമസ്കാരം. നമസ്തേ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ അങ്ങയുടെ തിരക്ക് ഞാൻ പരിഗണിച്ചുകൊണ്ട് എങ്കിൽ പോലും അങ്ങയുടെ അങ്ങൊരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചു, ബീഡി തൊഴിലാളി ആയി വളർന്നു. ആ ഒരു കാലം അറിയാൻ ആഗ്രഹമുണ്ട്. കണ്ണൂർ എവിടെ, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു? കണ്ണൂർ ടൗണിൽ നിന്ന് കഷ്ടിച്ച് 3.5 കിലോമീറ്റർ ദൂരം എൻ്റെ വീട്. കക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ. നേരത്തെ അത് പഞ്ചായത്തായിരുന്നു. ഇപ്പോഴത് കോർപ്പറേഷൻ്റെ ഭാഗമാണ്. ഓക്കെ. അപ്പോൾ ആ പഞ്ചായത്തിൽ ഞാൻ ജനിച്ചു. അവിടെ ജനിച്ച എൻ്റെ അച്ഛനൊരു നെയ്ത്ത് കമ്പനി തൊഴിലാളിയായിരുന്നു. ഓക്കെ. അമ്മ സംസ്കൃതം കുറച്ച് പഠിച്ചിരുന്നു. സംസ്കൃതം പഠിച്ചിരുന്നു. അത് എനിക്ക് വലിയ ഗുണമായിരുന്നു. പിന്നെ അപ്പം എൻ്റെ അമ്മക്ക് 3 മക്കളാണ്. അച്ഛൻ്റെ പേര് രാമൻ, അമ്മ യശോദ. 3 മക്കളിൽ ഞാൻ രണ്ടാമത്തവനാണ്. ഞാൻ മൂത്തത് കനകവല്ലി, ഞാൻ രണ്ടാമത്തെ മകൻ, മൂന്നാമത്തെ രാജേന്ദ്രൻ. അവർ രണ്ടുപേരും ഇപ്പോഴില്ല, ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് അച്ഛൻ 11 വയസ്സിൽ അച്ഛനങ്ങ് മരിച്ചു. 11 വയസ്സുള്ളപ്പോൾ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ കുടുംബത്തിൻ്റെ സ്ഥിതി ആകെ തീർന്ന് പാളി, ഒരു വഴിയില്ലാത്ത സ്ഥിതി വന്നു. ഞാൻ അപ്പോഴാണ് ഈ അമ്മമാരെക്കുറിച്ച് ആലോചിക്കുന്നത്. എല്ലാ ഭാരവും സ്വന്തം തലയിലേറ്റിക്കൊണ്ട് ഒരു കുടുംബത്തെ നയിച്ച എൻ്റെ അമ്മ. 3 മക്കൾ. അസാധാരണമാണ് അമ്മയുടെ കഷ്ടപ്പാട്. ആ കഷ്ടപ്പാട് എന്നെയും വല്ലാത്ത ഫീൽ ചെയ്തതാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലെ അമ്മ എനിക്ക് പിന്നെ രാമായണവും മഹാഭാരതവും ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ വേദങ്ങളെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും ഒരു ധാരണ നേരത്തെ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം അമ്മ എന്നോട് പറയും, അമ്മ വലിയ വിശ്വാസിയായിരുന്നു. അമ്മ വിശ്വാസിയായിരുന്നു. അപ്പോൾ എന്നോട് പറയും, നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് നോവലുകൾ വായിക്കാം. നോവലുകൾ വായിക്കാൻ എനിക്ക് അമ്മ പേരെഴുതി തരും നോവലിൻ്റെ, സുന്ദരികളും സുന്ദരന്മാരും, ഉറൂബിൻ്റെ. അവിടെ നമ്മൾ പോയിട്ട് വായനശാലയിൽ പോയി എടുക്കും. ദേശാഭിവർദ്ധിനി വായനശാല എന്നൊരു വായനശാലയുണ്ട്. ആ വായനശാല അമ്മക്ക് മെമ്പർഷിപ്പ്. ഞാൻ അവിടെ പോയി സ്ഥിരമായി പുസ്തകം എടുത്ത് കൊണ്ടുവന്നാൽ ഒച്ചയിൽ വായിപ്പിക്കും. അമ്മയ്ക്കും കേൾക്കാം, അമ്മയ്ക്കും കേൾക്കാം. ആ വായിച്ച് 2 പേരും കൂടി വായിച്ച് ആസ്വദിച്ച് വായിക്കുമ്പം ചില സന്ദർഭത്തിൽ നമ്മളെ മനസ്സിനകത്ത് ചില കഥാപാത്രങ്ങൾ കടന്നു കയറും. അങ്ങനെ കടന്നു കയറുമ്പോൾ അതും ഒരു നീറ്റലുണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ അന്നാണ് ഈ നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരുടെ ആ കഥകളെല്ലാം. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ തന്നെ 3 വയസ്സ് കൊണ്ടുപോയി ചേർത്ത്. ഓക്കെ. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ തന്നെ അമ്മ എഴുത്ത് ഒന്ന് പഠിപ്പിച്ചിരുന്നു ചെറുപ്പത്തിലേ. അമ്മയ്ക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സംസ്കൃതം പഠിച്ചതും പുസ്തകം വായിച്ചതും അതെങ്ങനെ അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ വന്നേ? അമ്മ അങ്ങനെയായിരുന്നു. അമ്മ പിന്നെ പന്നിയൻ തറവാടെന്ന് പറഞ്ഞാൽ, ഈ പന്നിയൻ എന്ന് പറയുന്ന ആളുകൾക്ക് അറിയില്ല. പന്നിയൻ തറവാടാ, അമ്മയുടെ തറവാട്. അമ്മയുടെ തറവാടിൻ്റെ പേരാണ് എൻ്റെ പന്നിയൻ എന്ന് പറയുന്നത്. ഈ തറവാട് എന്ന് പറഞ്ഞാൽ നമ്മളെ അവിടെ വലിയ പ്രധാനപ്പെട്ട തറവാടായിരുന്നു.
പഴയകാല തറവാട്ടിൽ ചെറിയ അമ്പലമുണ്ടായിരുന്നു. ഓ, അത്ര പ്രസിദ്ധമായ തറവാടാണ്. ഓ. എന്ന് പറഞ്ഞാൽ വലിയ തറവാട്. ഓക്കെ. ആ തറവാടിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ സാമ്പത്തികമായിട്ട് പിന്നെ എങ്ങനെ ബുദ്ധിമുട്ട്? സാമ്പത്തികമായി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ തറവാട്ടിൽ ഒരുപാട് ആളുകളില്ലേ. ഓക്കെ. അപ്പോൾ ആ കൂട്ടത്തിൽ അമ്മ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടു ഈ പോയി. ഭാഗത്തേക്ക് വന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടായൊരു മാറ്റമാണ്. അച്ഛന് വലിയ സാമ്പത്തിക ശേഷി ഇല്ല, ഉണ്ടായില്ല. അത്രയും സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ മരിച്ചപ്പോൾ പിന്നെ സ്ഥിതി അതായല്ലോ. മനസ്സിലായി. പിന്നെ അമ്മയുടെ ദയനീയാവസ്ഥ എന്നെ വല്ലാതെ ഫീൽ ചെയ്യും ഞാൻ ചെറുപ്പത്തിൽ. കാരണം ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് ബാലസംഘവും ഏർപ്പാടുമായിട്ട് ഇങ്ങനെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പോകുമായിരുന്നു. ഓക്കെ. അന്ന് അവിടെ പാർട്ടി സജീവമാണ്. പാർട്ടി സജീവമാണ്. നമ്മളെ പ്രദേശത്ത് പാർട്ടി സജീവമാണ്. അമ്മ അതിനെ എതിർപ്പൊന്നും പറഞ്ഞില്ല? അല്ല, അമ്മയാണ് ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനൊരു കാരണക്കാരി. ഓക്കെ. കാരണം 3 വയസ്സുള്ളപ്പം അന്ന് 52 ഇലക്ഷൻ. ആ ഇലക്ഷനിൽ തലശ്ശേരി പാർലമെൻറ്റിൽ മത്സരിക്കുന്നത് AKG ആണ്. ഓക്കെ. AKG എൻ്റെ നാട്ടിൽ വന്നപ്പം AKG കാണാൻ ഇങ്ങനെ സ്ത്രീകളെല്ലാം ഇങ്ങനെ സംഘടിതമായി വരിക. ആ വരുന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മയും എന്നെ കൂട്ടിയിട്ട് പോയി AKG കാണാൻ. അന്ന് 3 വയസ്സാണ്. എൻ്റെ കയ്യിൽ ഒരു നൂലിൻ്റെ മാല AKGക്ക് ഇടാൻ കൊടുക്കാം ഞാൻ ഇട്ട്. അപ്പോൾ AKGൻ്റെ കവിളിൽ നുള്ളി പോലും. ഇത് അമ്മ പറയുന്ന കാര്യം എനിക്കോർമ്മയില്ല. ഇല്ല. അപ്പോൾ അന്ന് മുതൽ അമ്മ ഞാൻ AKGക്ക് മാലയിട്ടവനാ നീ എന്ന് അമ്മ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ. അതിൻ്റെ മനസ്സിനകത്തൊരു പ്രചോദനമാണ്. അങ്ങനെ ഞാൻ ബാലസംഘത്തിൻ്റെ പ്രവർത്തകനായി, എന്തായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൂടിയായി. അതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണം പിന്നെയുള്ള പ്രവർത്തനങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. ഓക്കെ. കാരണം എനിക്ക് നാട്ടിൽ ഒരു അറിയപ്പെടുന്ന ഒരാളായി കുഞ്ഞായിരിക്കുമ്പോൾ. ഓക്കെ. അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ വളർത്തി എടുക്കുമ്പോൾ അമ്മേൻ്റെ മനസ്സിനകത്ത് എന്നെ ഒരു വലിയ ആളാക്കണം എന്നാ മോഹം. ഓക്കെ. പക്ഷേ അച്ഛൻ്റെ മരണത്തോടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. അപ്പോൾ തകർന്ന് വീട്ടിൽ മിക്കവാറും പട്ടിണിയായി. പട്ടിണി എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിൽ നിങ്ങൾ സാധനിപ്പം പറഞ്ഞാൽ വിശ്വസിക്കുന്ന എനിക്കറിയില്ല. കാരണം നമ്മൾ പലപ്പോഴും കഞ്ഞി കഴിച്ച ദിവസവും ഇല്ലായിരുന്നു. അയ്യോ. അല്ല, അമ്മയുടെ വീട്ടുകാരെ സഹായിച്ചില്ല? ഇല്ല, അമ്മക്ക് വീട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വീട്ടുകാർ വലിയ കുടുംബമല്ലല്ലോ. കുടുംബമാണെങ്കിലും കുടുംബം അന്നത്തെ കുടുംബം പഴയ കാലത്ത് നമ്മളെ കാരണവർ ഈ വെറ്റിലയില്ലേ, വെറ്റില ഇങ്ങനെ ചീന്തിയിട്ട് കുടുംബത്തെ ശിഥിലമാക്കി. ഓ, ശരി. എല്ലാവരും വേറെ ആയിക്കും. കാരണം ഇത്ര വലിയൊരു കുടുംബമല്ലേ, ഈ കുടുംബത്തെക്കുറിച്ച് എല്ലായിടത്തും പോയിട്ട് ഓരോ കാര്യം പറയാൻ കഴിയുമോ? അങ്ങനെയല്ലേ പഴയ കാലത്ത്. അതുകൊണ്ട് ശിഥിലമായി നമ്മളിവിടെ എത്തി. വേറെയൊന്നുമില്ല. വേറെ അമ്മക്ക് ആകെയുള്ളത് 12 സെൻറ്റ് ഭൂമി നമുക്കുള്ളൂ. വേറെയൊന്നുമില്ല. ആ ഭൂമിയിൽ ഒരു കൊച്ചു വീട്, ഒരു മൺകട്ട കൊണ്ടുള്ള വീട്. അപ്പം അമ്മ ഈ കഷ്ടപ്പാടിനിടയിലും അമ്മ പിന്നെ അടുത്ത വീടുകളിൽ ജോലിക്ക് പോയും, അല്ലെങ്കിൽ ഒരു ആടുണ്ടായിരുന്നു, ആടിൻ്റെ പാല് കറന്ന് വെച്ചും വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു അമ്മ. ആ ജീവിക്കുമ്പോൾ നമുക്ക് മോഹം നിറഞ്ഞ് എന്നെ പഠിപ്പിക്കണം. പക്ഷെ പഠിപ്പിക്കാൻ വേറൊരു വഴിയുമില്ല. പുസ്തകം വാങ്ങാൻ കാശില്ല, ഉടുപ്പില്ല. ഈ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. ആ അവസ്ഥയിൽ കട്ടിച്ച് ഞെരങ്ങി ഇങ്ങനെ പോകും. അമ്മ ആദ്യം നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളൊരു കാര്യമുണ്ട്, ഭക്ഷണമില്ലെങ്കിൽ പുറത്തു പോയി ഭക്ഷണം കഴിച്ചില്ലെന്ന് പറയരുത്, ആര് വാങ്ങിച്ചെന്നാലും കഴിക്കരുത്. ഇത് അമ്മയുടെ വാക്ക് നമ്മൾ വളരെ കൃത്യമായി പാലിക്കും, ആരുടെ ചെയ്യില്ല. നമുക്കൊരു അഭിമാന ബോധം ഉണ്ടാവില്ല അത് കഴിച്ചില്ല എന്ന് പറയാൻ. അപ്പം അങ്ങനെയാണ് വളരുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനവുമായി അങ്ങനെ ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മളെ പഞ്ചായത്തിലുള്ള പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്നത് അങ്ങനെയാണ്. പാർട്ടി ഓഫീസുണ്ട് അതിനടുത്ത്. ആ പാർട്ടി ഓഫീസിനകത്ത് അതിൽ ഞാൻ ബാലസംഘത്തിന് നേതാവായിട്ട് അവിടെ പോകും. ഞാൻ എൻ്റെ ബാലസംഘം സെക്രട്ടറിയായി. അവിടെ സെക്രട്ടറി കക്കാട്. അതെ, കക്കാട്. പിന്നെ ഞാൻ ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഫുട്ബോളും കാരൻസും നല്ലോണം കളിക്കും. അന്നേ ഫുട്ബോൾ കളി തുടങ്ങി. ആ ഫുട്ബോൾ കളിയുണ്ട്, കാരൻസും ഉണ്ട്. ഫുട്ബോളും കാരൻസും എൻ്റെ ഒരു ഭാഗത്താണ്. പിന്നെ കുറച്ച് എഴുത്തും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് എഴുത്തിനൊരു പ്രചോദനം എന്താണെന്ന് പറഞ്ഞാൽ ഈ വായിക്കുന്ന നോവലുകൾ മനസ്സിൽ നിൽക്കുന്നത് അതൊക്കെ മനസ്സിനകത്തുണ്ടല്ലോ, കഥാപാത്രങ്ങൾ. ആ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുമ്പം നമ്മളറിയാതെ പല കാര്യങ്ങളും തനിയെ നമ്മൾ പിന്നെ വരികളായി കുറിച്ചു പോകും. അങ്ങനെ കുറിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം എൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ച്. അത് താങ്കൾക്കറിയില്ല. ഞാൻ ആദ്യം ഈ കവിതയൊക്കെ ഇടയ്ക്കിടയ്ക്ക് എഴുതും. സാഹിത്യസമാജ മീറ്റിങ്ങിന് പോകും. കണ്ണൂരിൽ ദേശീയമിത്ര സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഞാൻ പോകും. അപ്പം അവിടെയൊക്കെ എല്ലാ പരിപാടികളും നമുക്ക് കൊച്ചു പയ്യൻ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ കവിത എഴുതുമായിരുന്നു. കവിത എഴുതി പല പത്രത്തിനും അയക്കും. ഒരു പത്രവും പ്രസിദ്ധീകരിക്കില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒരു നാണക്കേട്. ആളുകൾ പറയും, നിൻ്റെ കവിത ആരുടെ പ്രസിദ്ധീകരിക്കുക, നിന്നെ ആർക്കാടും അറിയാം. അന്ന് പക്ഷേ അന്നും ഫുട്ബോളിനെ കുറിച്ച് ഞാൻ ലേഖനം എഴുതുമായിരുന്നു. അത് തൂലിക നാമത്തിലാണ്.
അത് PR കക്കാട് എന്നാണ്. ഓ ശരി. പന്നിയൻ രവീന്ദ്രൻ കക്കാട്, PR കക്കാട്. വളരെ പ്രസിദ്ധമായിരുന്ന കണ്ണൂരിൽ എല്ലാവർക്കും അറിയാം PR കക്കാട്. അന്ന് തന്നെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്താണോ? വിദ്യാഭ്യാസം കഴിഞ്ഞ് വിദ്യാഭ്യാസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നിന്ന് പോയില്ലേ? മനസ്സിലായി, നിന്ന് പോയി. എത്ര പഠിച്ചപ്പോൾ? ഇത് ഞാൻ 6ാം ക്ലാസ് കഴിയുമ്പോൾ വിദ്യാഭ്യാസം പിന്നെ ഞാൻ പോയിട്ട് പിന്നെ ട്യൂഷനൊക്കെ പോയി. മറ്റു പല ഏർപ്പാടുകളുണ്ടായിരുന്നു. ഹിന്ദി പിന്നെ ക്ലാസ്സിൽ ട്യൂഷന് പോയി. അതുപോലെ കുറച്ച് പിന്നെ നമ്മളൊരു പിന്നെ കഴിവനുസരിച്ച് പിന്നെ ഡിക്ഷണറി ഇതൊക്കെ വാങ്ങി. കേശവദേവനൊക്കെ ഞാൻ വായിച്ചിരുന്നു. നമ്മളെ P. കേശവദേവ് അദ്ദേഹം 7ാം ക്ലാസ്സിന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹം ടാഗോറിൻ്റെ പിന്നെ പുസ്തകങ്ങളൊക്കെ ഇദ്ദേഹം മലയാളത്തിൽ വിവർത്തനം ചെയ്തു. ആ ഡിക്ഷണറി ആണ് അദ്ദേഹത്തെ സഹായിച്ചത്. മനസ്സിലായി. അപ്പോൾ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പല കാര്യങ്ങളും ഒരു ഉപകാരപ്രദമായിരുന്നു. എന്തായാലും ഞാൻ മെല്ലെ അങ്ങനെ എഴുതാൻ തുടങ്ങി. ആ സമയത്താണ് ഈ കവിത എഴുതിയിട്ട് വരുന്നില്ലല്ലോ. എനിക്കൊരു നാണായി, ഇതൊന്നും എഴുതിയിട്ട് വരുന്നില്ലല്ലോ. പിള്ളേരെല്ലാം കൂടി പറഞ്ഞ ഒരു കാര്യം ചെയ്യണോ, ഇത് വരാനൊരു വഴിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ പേരിൽ എഴുതിയാൽ മതി. ഓക്കെ. അങ്ങനെ ഞാനെന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ പേരിൽ ഒരു കവിത എഴുതി. മോഹം എന്ന കവിത. ആ കവിത സ്വല്പം പ്രണയമുണ്ട്. പ്രണയം ആ കാലത്ത് പ്രണയമില്ലാത്ത ആളുകളുണ്ടാവില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, മാർക്സ് പോലും പ്രണയിച്ചല്ലേ കല്യാണം കഴിച്ച്. അപ്പം പ്രണയം കുറച്ച് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് അയച്ചു കൊടുത്തു. എങ്ങനെയാണ് അയച്ചു കൊടുത്തത്? പേര് മാറ്റി. പേര് നമ്മളെല്ലാവരും കൂടി ആലോചിച്ചൊരു പേര് വെച്ച് പ്രമീള. പ്രമീള എന്ന് പറഞ്ഞാൽ PRA എന്ന് പന്നിയൻ എന്ന് പറഞ്ഞാൽ പ്രമീളയായി. പിന്നെ പ്രമീള എന്ന് പറഞ്ഞാൽ അയച്ചു കൊടുത്തു. 2ാമത്തെ ആഴ്ച പ്രസിദ്ധീകരിച്ചു. എവിടെ വന്നു? മാതൃഭൂമി വീക്കിലിയിൽ. മാതൃഭൂമി വീക്കിലിയിൽ ബാലഭക്തിയിൽ. അന്ന് ബാലഭക്തി ഭയങ്കര സംഭവമാണ്, വലിയ തുടക്കമാണ്. നാട്ടിൽ മുഴുവൻ ഒരു വലിയ പ്രശ്നമെന്നല്ലേ. അപ്പം ഈ കവിത വന്നപ്പോൾ ഞാൻ ഈ കവിത എടുത്ത് സന്തോഷത്തോട് തോളിൽ വെച്ച് ബീഡി കമ്പനി പോയി. ബീഡി കമ്പനിയിൽ പത്രം വായിച്ചു കൊടുക്കുന്ന രാഘവനുണ്ട്. രാഘവൻ നല്ല വായനക്കാരനാണ്. അപ്പം രാഘവൻ്റെ അടുത്ത് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു, രാഘവട്ടാ ഇതാ എൻ്റെ കവിത വന്നിരിക്കുക. നിൻ്റെ കവിതയോ? കവിത വന്നോ? കാണട്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ പ്രമീള. പോടാ, ഏതോ പെണ്ണിൻ്റെ കവിത എടുത്ത് തോളിൽ വെച്ച് നടക്കുന്നത്. ഇനി നീ ആരെടുത്തും പറഞ്ഞേക്കണ്ട കേട്ടോ, നാണക്കേടാ. അതോടെ നിർത്തി. ഞാൻ ഈ കഷ്ടപ്പെട്ട് എഴുതിയ എൻ്റെ ആദ്യത്തെ കവിത പ്രസിദ്ധീകരിച്ച്, പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റിയില്ല. എൻ്റെ പേരില്ല. അതിൻ്റെ പേര് 25 റുപ്യ മണി ഓർഡർ വന്ന്, പക്ഷെ എനിക്ക് വാങ്ങാൻ പറ്റില്ല. ഞാൻ പ്രമീളയല്ല. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും ഇതൊക്കെ ചെയ്യുന്നത്. അന്ന് 25 രൂപ എന്ന് പറഞ്ഞാൽ 25 രൂപ എന്ന് പറഞ്ഞാൽ വലിയ കാശാണ്. മാതൃഭൂമിക്ക് നല്ല കാശ് കൊടുക്കും. മാതൃഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞാൽ അന്ന് നാട്ടിൽ അത്ര വലിയ അന്തസ്സുള്ളൊരു മാതൃഭൂമി ആഴ്ച പിന്നെ സ്റ്റാൻഡേർഡ് ഉണ്ട്. NV കൃഷ്ണവാര്യർ, അതുപോലെ പ്രഗത്ഭന്മാർ എല്ലാവരും അതിനകത്തായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന്. അതിന് ഫുട്ബോൾ ആ പ്രേമം തുടർന്നു. അതെ. പിന്നെ ഫുട്ബോൾ ഞാൻ കണ്ണൂരിൽ പിന്നെ വരും. കണ്ണൂർ ലക്കിസ്റ്റാറിൻ്റെ ഒരു ഭാരവാഹിയായിരുന്നു, സഹഭാരവാഹിയായിരുന്നു. അങ്ങനെ ഫുട്ബോൾ കളിച്ചിരുന്നു. പക്ഷേ ടൂർണമെൻറ്റിലൊന്നും പോയി കളിച്ചില്ല. കണ്ണൂരിൽ നിന്ന് ലക്കിസ്റ്റാർ ക്ലബിൻ്റെ പ്രാക്ടീസിൻ്റെ കൂടെ ഞാൻ കളിച്ചിരുന്നു. 15-16 വയസ്സായപ്പം സമരം നടത്തി ജയിലിൽ പോയി എന്ന് പറയുന്നത്. അതെ, അതിനിടയിൽ തന്നെ ഇവിടെ ഇതുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ ഫുട്ബോളിന് പോവും. പിന്നെ മറ്റ് പ്രവർത്തനമുണ്ട്. ആ സമയത്താണ് 1964 എനിക്ക് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുന്നത്. എത്ര വയസ്സുള്ള? 64 16 വയസ്സ് തികഞ്ഞിട്ടില്ല. 64 ആക്ച്വലി എൻ്റെ ജനനത്തീയതിലൊരു വ്യത്യാസമുണ്ട്. 1945 എന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത്. പിന്നെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്. കാരണം അമ്മ 3 വയസ്സുള്ളപ്പം 5.5 വയസ്സ് പറഞ്ഞ് 6 വയസ്സ് ചേർത്ത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം വന്നിന്. അപ്പോൾ അന്ന് ഈ പിന്നെ 64 ജനുവരിയിൽ ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത്. ടെക്നിക്കലി 18 കാണും. ഇല്ലില്ല, 16 വയസ്സായിട്ടില്ല. 16 വയസ്സാകുന്നതിന് മുമ്പാ പാർട്ടി മെമ്പർഷിപ്പിന് പ്രശ്നമില്ല. പാർട്ടി മെമ്പർഷിപ്പിന് അവർ പ്രത്യേക അനുവാദം തന്നതിന് മെമ്പർഷിപ്പ് വന്നു. കാരണം ബാലസംഘത്തിൻ്റെ നേതാവല്ലേ, അതുകൊണ്ട് തന്നെ മെമ്പറാക്കി ജനുവരിയിൽ. ഏപ്രിൽ മാസത്തിൽ പാർട്ടി പിളർന്നു. അതെൻ്റെ ജീവിതത്തിൽ വലിയ വിഷമമുള്ള കാര്യം. അതപ്പോൾ അന്ന് എങ്ങനെ ഡിസിഷൻ എടുക്കാൻ പറ്റി? കാരണം എന്ന് വെച്ചാൽ അത്രയും പ്രായമല്ലേ ഉള്ളൂ. അതെ, അത്രയും പ്രായമേ ഉള്ളൂ. പക്ഷെ ഞാൻ താങ്കളോട് പറഞ്ഞ നേരത്തെ നന്നായി ഞാൻ വായിക്കുമായിരുന്നു. പത്രം നന്നായി വായിക്കും. അതുപോലെ പുസ്തകങ്ങൾ വായിക്കും. വായനശാലയിലെ പുസ്തകങ്ങൾ മിക്കവാറും വായിക്കും. പിന്നെ നമ്മളെ പാർട്ടി ഓഫീസിൽ കൊണ്ടിരുന്ന പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ വായനയിൽ ഒരു
പ്രത്യേകം ശ്രദ്ധ വെച്ചതുകൊണ്ട് പാർട്ടി ഭിന്നിക്കുമ്പോൾ ഏത് ഭാഗത്ത് നിൽക്കണം എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയ ആശങ്കയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനന്ന് നിന്നത് എണ്ണത്തിൽ വളരെ കുറഞ്ഞ പാർട്ടിയിലാണ് നിന്നത്. അന്ന് അവിടെ CPM ആയിരുന്നിരിക്കും കൂടുതൽ. CPM ഏറ്റവും ഭൂരിപക്ഷം ഉണ്ടായത്. ഞാൻ വളരെ കുറഞ്ഞ വിഭാഗത്തിലാണ് ഞാൻ നിന്നത്. അത് ഒരു രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിന്നതാണ്. എന്നോട് പലരും ചോദിച്ചിരുന്നു, AKGയുമായി നിങ്ങൾ ഇത്ര അടുപ്പമുള്ള ആളല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിന്നത്? അടുപ്പമുണ്ട്. ഞാൻ ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് നേതാവിനോടും അടുപ്പമുണ്ടെന്ന് വെച്ചാൽ എൻ്റെ രാഷ്ട്രീയ വിശ്വാസം, ആ വിശ്വാസം ആരുടെ മുമ്പിലും പോയിട്ട് എനിക്ക് പണയം വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ നിന്ന് അന്ന് അങ്ങനെ 64 പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത് 64 തന്നെ പാർട്ടി പിളരുകയും ചെയ്തു. പാർട്ടി പിളർന്നതിന് ശേഷം പിന്നെ എന്നെ ഇവിടുത്തെ പാർട്ടീൻ്റെ പിന്നെ യൂത്തിൻ്റെ പ്രവർത്തനമായി. അതേ അവസരം തന്നെ ഞാൻ കണ്ണൂരിൽ ഈ ഫുട്ബോളിനുമായി. ഫുട്ബോളിനൊരു ഗുണമുണ്ട്. അന്ന് കണ്ണൂരിൽ ശ്രീനാരായണ ഗുരു സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കും. ആ ടൂർണമെൻറ്റിന് നമുക്ക് കുറച്ച് കാശ് കിട്ടുന്ന സമയമാണ്. കാരണം ഞാൻ അനൗൺസർ കൂടിയാണ്. അന്ന് നല്ല ശബ്ദമാണ്. അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കാശ് കിട്ടും. അപ്പം നമ്മൾ ഒരു മാസത്തെ ടൂർണമെൻറ്റ് അനൗൺസ് ചെയ്താൽ നല്ല കാശാണ്. അവിടെ വെച്ചാണ് T. ദാമോദരൻ എന്ന് പറയുന്ന നമ്മളെ സിനിമാ തിരക്കഥയുടെ ദാമോദരൻ അറിയപ്പെടുന്നത്. ദാമോദരൻ മാഷൻ്റെ വളരെ അടുത്ത ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നീ ആകാശവാണിയിൽ പോയിട്ട് ഒരു പരിപാടി നടത്തുമോ? ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് മാഷേ? അത് ഞാൻ ഏർപ്പാടുണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആകാശവാണിയിൽ ഫുട്ബോൾ ടൂർണമെൻ്റ് ഒരു അവലോകനം ആദ്യമായി കിട്ടുന്നു 1970 കണ്ണൂർ സ്റ്റേഷനിൽ. കണ്ണൂരില്ല, ആകാശവാണി കോഴിക്കോട്. അന്ന് കോഴിക്കോടും തിരുവനന്തപുരവും തൃശ്ശൂരല്ലേ ഉള്ളൂ. തൃശ്ശൂരേ ഉള്ളൂ. അതെ. അപ്പോൾ കണ്ണൂരിൽ കോഴിക്കോട് ആകാശവാണിയിൽ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ആകാശവാണിയിൽ. ആകാശവാണിയിലോ? അന്നത്തെ വലിയ മീഡിയ. അന്ന് ആകാശവാണി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആകാശവാണിയിൽ പറഞ്ഞ ആള് നാട്ടിലൊരു വലിയ പ്രഗത്ഭനാണ്. കഥാപ്രസംഗക്കാരൻ കൈമാപ്പറമ്പൻ, AIR ഫെയിം. അന്ന് എല്ലാം പ്രധാനപ്പെട്ട പാട്ടുകാരൻ AIR ഫെയിമാണ്. അപ്പോൾ എനിക്ക് നാട്ടിൽ വലിയ പിന്നെ ഒരു ഗമ കിട്ടുന്ന കാര്യമില്ല ഇത്. അപ്പം ഞാൻ തൃശ്ശൂരിൽ കോഴിക്കോട് വന്നപ്പോൾ അവിടെ തിക്കോടിനുണ്ടായിരുന്നു. തിക്കോടിനെ അന്നാ പരിചയപ്പെടുന്നത്. അപ്പോൾ തിക്കോടിനും ഒരുപാട് പ്രോത്സാഹനം നൽകി. അങ്ങനെ ആകാശവാണിയിൽ ഞാൻ ആദ്യമായി പരിപാടി അവതരിപ്പിച്ചു. വല്ലപ്പോഴും പോകുമായിരുന്നോ? ഇല്ല, അതിലൊരു കഥയാണ് പറയുന്നത്. 6:50 ഈ പരിപാടി ഞാൻ അവതരിപ്പിച്ച് 10 മിനിറ്റ് നേരം. അപ്പോഴെൻ്റെ അമ്മ അടുത്ത വീട്ടിലെ സ്ത്രീകളെല്ലാം വിളിച്ച് അടുത്തിരുത്തിയിട്ട് സ്ത്രീകളോട് പറഞ്ഞ്, എൻ്റെ മോനിപ്പോൾ പറയും. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നൊരു കെൽട്രോണിൻ്റെ റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ റേഡിയോ അമ്മ ഇങ്ങനെ മുറുക്കാൻ എല്ലാവർക്കും കൊടുത്ത് മോൻ പറയുമെന്ന് പറഞ്ഞു. അപ്പം അതിനകത്ത് കണ്ണൂരിൽ നടക്കുന്ന ശ്രീനാരായണ ഗുരു സ്മാരക ഫുട്ബോൾ ടൂർണമെൻറ്റിനെക്കുറിച്ച് ഒരു സംക്ഷിപ്ത വിവരണം നടത്തുന്നത് ശ്രീ പന്നിയൻ രവീന്ദ്രൻ. അമ്മ നല്ലോണം ചിരിച്ച്. അമ്മയുടെ ജീവിതത്തിൽ എന്നെ വലിയാളാക്കണമെന്നുള്ള മോഹത്തിൻ്റെ ആദ്യത്തെ വിജയമായിരുന്നു അത്, ആ വിജയം. അത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും പന്നിയൻ രവീന്ദ്രൻ്റെ പേര് ഫിക്സ് ചെയ്ത് നാട്ടിലാകെ വന്ന്. അപ്പം നാട്ടിൽ അന്ന് ഇത് കഴിഞ്ഞ് ഞാൻ രാത്രി വീട്ടിലെത്തിയപ്പോൾ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞ്, മോനെ ഇനി എനിക്ക് ചത്താക്കിയതുമില്ല, ഞാൻ റേഡിയോയിൽ പറഞ്ഞില്ലേ. ആ നാട്ടിലെ സ്ത്രീകളുടെ മുമ്പിൽ മുഴുവൻ എൻ്റെ അമ്മക്കുള്ളൊരു ഗമ. ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു സാധാരണക്കാരിയല്ലേ, അവർക്ക് മകൻ റേഡിയോയിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ പഞ്ചായത്തിൽ ആദ്യമായ റേഡിയോയിൽ മനസ്സിലായി. അപ്പോൾ പിന്നെ എൻ്റെ ഗമയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നടന്ന് പോകുമ്പം സ്ത്രീകൾ അവിടെ കിണറ്റിന് കരയെന്ന് വെള്ളം കോരുന്നുണ്ടാവും. അവർ പറയും, ഇതാ കണ്ടോ പോകുന്നുണ്ടോ, റേഡിയോ പറഞ്ഞു വെക്കാനാ എന്ന് പറഞ്ഞാൽ അതൊരു ഗമയായി. അന്ന് എത്ര വയസ്സുണ്ട്? 16 വയസ്സ്? അല്ല, 16 വയസ്സല്ല, അന്ന് 18-19 വയസ്സായി. അപ്പോഴാണ് ഇതിൽ പറയുന്നത്. അപ്പം ഇത് ജീവിതത്തിൽ ഇതൊരു ഒരു 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 പിടിയായിരുന്നു അത്. ആ റേഡിയോ പ്രഭാഷണമാണ് എന്നെ റേഡിയോ കമാൻഡർ അറ്റാക്കിയത്. അങ്ങനെ കമൻട്രി പറയാനുള്ള വഴി പോകാൻ തുടങ്ങി. അത് അല്ല, പിന്നെ ടൂർണമെൻറ്റ് നടക്കുമ്പോൾ വിളിക്കും. ആ വിളിക്കുമ്പോൾ പിന്നെ അങ്ങനെ വന്ന് ഞാൻ കമൻറ്റേറ്ററായി. അങ്ങനെയാണ് ഫുട്ബോളിനോട് ഇത്രയും പ്രേമം കൂടുന്നതിനോട്. അതെ, പിന്നെ ഫുട്ബോളിനെ കുറിച്ച് എഴുതാൻ ഞാൻ നേരത്തെ എഴുതുമായിരുന്നു. അങ്ങനെ ഫുട്ബോളിൽ വന്നാൽ കൂടുതലായിട്ട് വന്നത്. അങ്ങനെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അതിൻ്റെ അകത്ത് 1-2 കാര്യം താങ്കളുമായിട്ട് പങ്കുവെക്കണം. കാരണം എൻ്റെ ജീവിതത്തിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയമുണ്ടായി. ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ കളിക്കുന്നൊരു വിദ്വാൻ്റെ രാജൻ, നമ്മൾ 2 പേരും തമ്മിൽ പാസ് കൈമാറുന്ന ആളാണ്. അവൻ ഇൻസൈഡ് കളിക്കുന്നു, ഞാൻ എക്സ്ട്രീമിൽ കളിക്കുന്നു. അങ്ങനെ 2 കളിക്കാരാണ്. അപ്പോൾ നമ്മൾ തമ്മിലൊരു വലിയ ബന്ധമാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എൻ്റെ ഏട്ടന് ഇങ്ങനെ പട്ടാളത്ത് വന്നിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ശാപ്പാടുണ്ട്,
അന്ന് വയറിറച്ച് ഭക്ഷണം കഴിക്കാൻ പോകുന്ന വലിയ കാര്യമാണ്. അപൂർവം. അതിനോട് പറഞ്ഞ കോടിയിറച്ചിയുണ്ട്. കോടിയിറച്ചി പറയുമ്പോൾ എനിക്ക് വായിന്ന് വെള്ളം മുറി. കാരണം കോടിയെന്ന് അത് വറുത്തരച്ച ഈ പിന്നെ നാളികേരവും ഒക്കെ കൂടി ചേർന്ന ഒരു രസമുള്ള വെപ്പുണ്ടാവും. അതെ. അത് വെച്ച് ഞാൻ ചെന്ന് നല്ല കോടിയിറച്ചിയും പുട്ടും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക. ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ച് വെള്ളമായിരിക്കും. നമ്മുടെ 4-5 പേരുണ്ട് കളിക്കാർ തന്നെ. അപ്പോൾ അതിനകത്ത് ചുവന്ന സാധനം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ റമ്മായിരുന്നു. എനിക്ക് റമ്മിനെ പറ്റി പിടിയൊന്നുമില്ല. ഇതും കൊണ്ടുവന്ന് വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എല്ലാവരും നിന്ന് പറഞ്ഞു പിന്നെ നീ മാത്രം തിന്നാതിരിക്കുന്നു, നീ തിന്നില്ലേ കുടിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാനത് മുഴുവൻ കുടിച്ചെന്ന് പറയാൻ കണ്ണ് ചെമ്മി ഒരൊറ്റ വരികൻ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വിഷമമെന്ന് പറയുക, എൻ്റെ പെരുവിരൽ മുതൽ ഈ തല ഇവിടെ മൂർധാവ് വരെ ഇലക്ട്രിക് ഷോക്ക് പോലെ കയറി. പിന്നെ ഞാൻ ആകാശത്തിനും ഭൂമിയോ ഇല്ലാത്ത വായുവില്ലാത്ത അവസ്ഥ. നല്ലോണം ഭക്ഷണം കഴിച്ച്, പക്ഷെ എനിക്ക് വീട്ടിൽ പോകണ്ടേ അമ്മയുടെ അടുത്ത്. രാത്രി ഞാൻ വെച്ച് നടന്ന് വീട്ടിലെത്തി. വാതിൽ മുട്ടി, അമ്മ തുറന്ന വാതിൽ എന്നെ ഇങ്ങനെ നോക്കി, ഒന്നും പറഞ്ഞില്ല. ഞാൻ നേരെ പോയി കിടന്നു, ഒന്നും അടിച്ചു മാറ്റിയില്ല കിടന്ന്. അടുത്ത ദിവസം ഞായറാഴ്ചയാണ്. അന്ന് ഉച്ചയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ പറഞ്ഞ് എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചാൽ നീ എന്താ കഴിച്ചേ ഉള്ളു. ഞാൻ സത്യമായി പറഞ്ഞു, കാരണം ഞാൻ നുണ പറയില്ല, സത്യമായെല്ലാം പറഞ്ഞു. എല്ലാം കേട്ടപ്പം അമ്മ പറഞ്ഞ് ഇതാദ്യത്തെയും അവസാനത്തെയും കഴിക്കല കേട്ടോ, എനിക്ക് കഴിക്കരുത്. ഇത് പറയുമ്പോൾ എൻ്റെ അമ്മേൻ്റെ കണ്ണിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയായിരുന്നു. അത് കണ്ടപ്പം ഞാനും കരഞ്ഞുപോയി. അതൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ്. അമ്മേനെ അടിച്ചെങ്കിൽ വിഷമമില്ലായിരുന്നു, ഇത് അമ്മേൻ്റെ കണ്ണീര്. ഞാൻ സോവിയറ്റ് യൂണിയനിൽ പോയിരുന്നു 78-ൽ, ഇൻഡോ സോവിയറ്റ് കൾച്ചറൽ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് എല്ലാവരും നിർബന്ധിച്ച് വോഡ്ക. ഞാൻ പറഞ്ഞു സോറി, എൻ്റെ അമ്മേൻ്റെ ആ കണ്ണുനീരില്ലേ അതെൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴുമുണ്ട്, അവിടെ കുഴക്കില്ല. ഞാൻ പിന്നെ കഴിച്ചിട്ടേ ഇല്ല. അതൊരു വലിയ അനുഭവം. അതാ പറഞ്ഞത്, അതൊരു തീരുമാനമായിരുന്നു. തീരുമാനം എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും, മാറില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ വളരെ കൃത്യമാണ്. അതൊരു കൃത്യമായ അളവിൽ തീരുമാനം എടുത്ത് മാറില്ല. അമ്മ എന്നാ മരിക്കുന്നത്? അമ്മ മരിക്കുന്നത് എന്നാ? അമ്മ മരിച്ചത് ഞാൻ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ, ജില്ലാ സെക്രട്ടറി. 1984 അമ്മ മരിക്കുന്നത്. 84. അമ്മ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മക്ക് വലിയ വിഷമായിരുന്നു. അപ്പം ഞാനന്ന് അമ്മ മരിക്കുന്നതിൻ്റെ തലേദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നു. കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ജില്ലയും വയനാടിൻ്റെ ഒരു ഭാഗവും അന്നത്തെ വലിയ ജില്ലയാണ്. ആ ജില്ലയിൽ ഞാൻ കാസർഗോഡാമത്തെ പരിപാടിക്ക് പോയിട്ട് രാത്രി വന്നിട്ട് അമ്മക്ക് കൂടുതലാണ്. അപ്പം ഞാൻ ചെറുപ്പത്തിൽ അമ്മേൻ്റെ കൂടെ കിടപ്പ്. അപ്പം അമ്മേൻ്റെ കൂടെ ഞാൻ കിടന്ന് രാത്രി അമ്മയും ഞാനും കൂടി ഒരുമിച്ച് കിടന്ന് അമ്മ സുഖമായി ഉറങ്ങി. രാവിലെ എനിക്ക് അമ്മക്ക് സ്വല്പം ഒരു ബലിപൂലോ തോന്നി. അപ്പം ഞാൻ ഡോക്ടറെ വിളിക്കാൻ എൻ്റെ അനിയനോട് പറഞ്ഞ് ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന്. ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ് പ്രശ്നമില്ല, മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. മരുന്ന് വാങ്ങിച്ച് ഞാൻ കണ്ണൂരിൽ നിന്ന് വാങ്ങി കൊടുത്തയച്ച്. എനിക്ക് പാർട്ടി ഓഫീസിൽ വർക്കായിരുന്നു. ഉച്ചക്കൊരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കരിവള്ളൂരിലേക്ക് പോകാൻ വണ്ടിയിൽ കാലെടുത്ത് നോക്കുമ്പോൾ എനിക്കൊരു തോന്നൽ, അമ്മേൻ്റെ കാര്യം എന്താ നോക്കണം. ഒരു വല്ലാത്ത അസ്വസ്ഥത പോലെ, ഒരസ്വസ്ഥത, എന്തോ അമ്മ എന്നിൽ നിന്ന് വിട്ടു പോകുന്നെന്നുള്ളൊരു തോന്നൽ പോലെ. ഞാനപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തൊരു ഫോണുണ്ട്, ഫോണിൽ വിളിച്ച് അപ്പോൾ പറഞ്ഞ് കൂടുതലാണെന്ന് പറഞ്ഞു. വീട്ടിലെത്തുമ്പോഴേക്കും അമ്മ പോയിരിക്കും. ആ പോകുന്ന അവസരത്തിൽ നമുക്കുണ്ടായിരുന്നൊരു സന്ദേശം പോലെയാണ് ആ സമയത്ത് എനിക്കത് തോന്നിയത്. അല്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കും. കാരണം അന്നേരം എനിക്കെന്തോ അമ്മേനെ വിളിക്കണം എന്നൊരു തോന്നലുണ്ടായി. എന്ന് പറഞ്ഞാൽ സാധാരണ ഏറ്റവും അടുത്ത ആളുകൾ നമ്മളെ വിട്ടുവരുമ്പോൾ നമുക്കങ്ങനെ തോന്നും ടെലിപ്പതി അതെ എന്ന് പൊതുവിൽ പറഞ്ഞത്. തോപ്പിൽ ഭാസ്യം പറഞ്ഞിട്ടുണ്ട്, മലയാറ്റൂർ രാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അല്പം കൂടെ പുറകോട്ട് പോകട്ടെ. ഈ പാർട്ടി ഡിസിഷൻ എടുത്ത് CPI നിന്ന് കഴിയുമ്പോൾ അവിടെ CPM ആണോ കൂടുതലുള്ളത്? അപ്പോൾ അവിടെ പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു? അവിടെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു? അവിടെ എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. എതിർപ്പിൽ അടിപിടിയൊന്നും ഉണ്ടായില്ല? അല്ല, അടിപിടി അന്നില്ല. അടിപിടി 69-ന് ശേഷം നമ്മൾ ഭിന്നിശേഷം അടിപിടി. ആ അടിപിടിയുടെ കാലത്ത് ഞാനിവിടെ പാർട്ടി പ്രധാനപ്പെട്ട യൂത്തിൻ്റെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറിക്കായിരുന്നു.
പക്ഷേ എനിക്ക് എവിടുന്നും എന്നെ അടിച്ചിട്ടില്ല ആരും. ഓക്കെ. ഞാൻ അന്നും നന്നായി പ്രസംഗിക്കും, എൻ്റെ പ്രസംഗം ആളുകൾക്ക് ഇഷ്ടമാണ് അന്നും, പക്ഷേ കുറച്ച് രൂക്ഷമായി വിമർശിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എന്നെ അടിച്ചിട്ടില്ല. അല്ല, അന്ന് കോൺഗ്രസ് ശക്തമാണല്ലോ, അവിടെ നിന്ന് എതിർപ്പുണ്ടായിരുന്നു കോൺഗ്രസ്സുകാരുടെ ആ സമയത്ത്? കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്നും കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ്സുകാരുടെ. പക്ഷേ കോൺഗ്രസ്സുകാർ ആരെ എതിർപ്പിന് സാധാരണഗതിയിൽ ഒരു ലെവലുണ്ടല്ലോ അവരത്. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ജയിലിൽ ആദ്യം പോയത് എപ്പോഴാണ്? 65-ൽ 16 വയസ്സ് 17 വയസ്സ്. ആദ്യം 17 വയസ്സായില്ല, അതിനു മുമ്പ് ജയിലിൽ പോയത് രസകരമായ കാര്യം. അന്ന് KP ഗോപാൽ ഉണ്ടായിരുന്നില്ല, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിലെ മന്ത്രി. ആ മന്ത്രി KP ഗോപാലിന് ഉൾപ്പെടെയാണ് നമ്മൾ സമരം ചെയ്യാൻ പോയത്. അത് നമ്മുടെ ബാങ്ക് ദേശവൽക്കരണത്തിന് വേണ്ടിയും പിന്നെ ഭക്ഷ്യധാന്യ മൊത്ത വ്യാപാരം ദേശവൽക്കരിക്കാനാണ് സമരം. അത് പാർട്ടി ഭിന്നിച്ചതിന് ശേഷം ആദ്യമായി പാർട്ടിയുടെ സമരമായിരുന്നു. SC ടാങ്ക് ഡൽഹിയിൽ വെച്ച് ബാരിക്കടൊക്കെ കിടന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ആ സമരത്തിൽ നമ്മൾ അറസ്റ്റ് വരിക്കാൻ പോയി. അവിടെ ഒരു മൊത്ത കച്ചവടക്കാരൻ്റെ കടയുടെ മുമ്പിൽ. അതിൽ KP ഗോപാലായിരുന്നു ലീഡർ. അതിൽ ഞാൻ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്ന ആളാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രായമായിട്ടില്ലല്ലോ, അവിടെ ഞാനും പയ്യനല്ലേ, പക്ഷേ എല്ലിച്ച പയ്യനാണല്ലോ. മുദ്രാവാക്യം സ്ട്രോങ് ആയിട്ടൊക്കെ വിളിച്ചു കൊടുക്കുകയായിരുന്നു. വിളിച്ചു കൊടുക്കുമ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ എന്നെ കൈ പിടിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ നമ്മുടെ നേതാവുണ്ട്. ഓനെ പിടിക്കണ്ട, ഓൻ മുദ്രാവാക്യം വിളിക്കുന്ന. മുദ്രാവാക്യം വിളിക്കുന്നല്ലോ സമരക്കാരൻ, പിന്നെ ഓനെ പിടിക്കാതിരിക്കാൻ പറ്റുമോ? എന്നെ പിടിച്ച്. അപ്പോൾ ഞാൻ ജയിലിലെത്തിയപ്പോൾ അന്ന് 18 വയസ്സും 7 മാസവും പറഞ്ഞു. നോണ പറഞ്ഞു. എന്തിനാ? വലിയ നേതാക്കന്മാരെ കൂടെ പോയി അല്ലെങ്കിൽ ജുവനൈലിൽ കൊണ്ടുപോയി. അങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞു. എത്ര കാലം ആ സമയത്ത് കിടന്നു? ഇല്ല, അന്ന് 2 ആഴ്ച കാലം ജയിൽവാസം. ആ ജയിൽവാസം വലിയ അനുഭവമായിരുന്നു. കാരണം വലിയ വലിയ നേതാക്കന്മാരാണ്, അവരൊരുപാട് കാര്യങ്ങൾ പറയും, രാഷ്ട്രീയമായ കാര്യങ്ങൾ. നമ്മൾ രാഷ്ട്രീയമായ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ ഇതുപോലുള്ള സമയത്ത് വളരെ സഹായകമാവും. അങ്ങനെ സഹായകമായത് ആ ജയിൽവാസം. അതിനെ പോസിറ്റീവായിട്ട് എടുത്തോളൂ, അത്രയേ ഉള്ളൂ. ഇത് പൊതുപ്രവർത്തകന് ജയിൽവാസം എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. അത് പോസിറ്റീവ് തന്നെ. അല്ലാതെ പിന്നെ എത്ര തവണ ജയിലിൽ പോകേണ്ടി വന്നിട്ടുണ്ട്? പിന്നെ ഒരിക്കൽ ഞാൻ ജയിലിൽ പോയ AIYF സമരമാണ്. AIYF സമരത്തിൽ ഞാൻ ജയിലിൽ പോയിട്ടുണ്ട്. അത് 80 കഴിഞ്ഞായിരിക്കും. അതെ, 80 കഴിഞ്ഞിട്ട്. അടിയന്തരാവസ്ഥയ്ക്കോ? അടിയന്തരാവസ്ഥ എൻ്റെ പേരിൽ നോട്ടീസ് വന്നിരുന്നു, പക്ഷേ വന്നില്ല. ഒളിവിൽ പോകേണ്ടി വന്നില്ലേ? ഇല്ലില്ല. അടിയന്തരാവസ്ഥയിൽ അന്ന് 5 പരിപാടിക്കെതിരായ നമ്മൾ നടത്തിയൊരു സമരമുണ്ട്. ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ AIYF നടത്തിയ സമരം. ഞാൻ AIYF സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡൻ്റായിരുന്നു അന്ന്. അപ്പോൾ എൻ്റെ നേതൃത്വത്തിലൊരു ജാതി ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന KN അബ്ദുൽ ഖാദർ നമ്മളെ ലീഗിൽ പോയ അബ്ദുൽ ഖാദറാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ രണ്ടാളും ജാഥ. ആ ജാഥ നമ്മൾ വഴിക്ക് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പലയിടത്തും പോലീസ് പറഞ്ഞ് എന്നെ കാണണമെന്ന് പറഞ്ഞ്, ഞാൻ പറഞ്ഞ് അന്ന് അന്ന് പിന്നെ കുറച്ചുകൂടി ഷാർപ്പായെല്ലാം പറയുന്നതല്ലേ, അതുകൊണ്ട് അന്നൊന്നും നടക്കാതെ പോയി. അറസ്റ്റ് നടന്നില്ല, അന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അച്യുതനും മുഖ്യമന്ത്രിയല്ലേ, അതുകൊണ്ട് അറസ്റ്റ് നടന്നില്ല എന്ന് മാത്രം. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ആ കാലത്ത്, ഈ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ ഒരു അധികാരത്തിന്റെ ഭാഗത്ത് ഒരു വിഷമം ഉണ്ടായി കാണുമല്ലോ സ്വാഭാവികമായിട്ടും? തീർച്ചയായിട്ടും. എൻ്റെ മനസ്സിനകത്ത് വലിയ എന്താ പറയണ്ടേ, ഒരു എതിർപ്പുണ്ടായത്. ആ എതിർപ്പ് പ്രകടിപ്പിച്ച് 78 ബാട്ടിൻ്റെ പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസ്സാണ് അടിയന്തരാവസ്ഥയിൽ എടുത്ത നയം തിരുത്തുന്നത്. ആ പാർട്ടി കോൺഗ്രസ്സിൽ അന്ന് വോട്ടെടുപ്പോടെ തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിൽ ഇന്നത്തെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി PKവിൻ്റെ കൂടെ വോട്ട് ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ട്. അതൊക്കെയുണ്ട്. അതൊക്കെ രാഷ്ട്രീയമായ നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും ആ നിലപാടുകൾ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു ഞാനൊരിക്കലും ഭംഗം വരുത്തിയിട്ടില്ല. ഈ കല്യാണം ഇതിൻ്റെ ഇടയിൽ നടന്നോ? കല്യാണം നടന്ന വലിയ പ്രണയമായിരുന്നില്ല. എൻ്റെ അമ്മക്ക് തീരെ വയ്യായിരുന്നു. അപ്പോൾ വയ്യായിരിക്കുമ്പോൾ അമ്മ പറഞ്ഞൊരു നമുക്ക് ഏതെങ്കിലും ഒരു, അപ്പോൾ അമ്മ എന്നെ കണ്ടുപിടിച്ച പെണ്ണിയാണ് ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ വലിയ രസമാണ്. അപ്പോൾ നമ്മളെ വീട്ടിലൊന്നും വലിയ ഗതിയൊന്നും ഇല്ലല്ലോ. പക്ഷേ അവളെ അച്ഛനെന്ന് പറയുന്നത് ഒരു CPM പ്രവർത്തകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് കല്യാണം നടന്നതിന് ശേഷം പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ മര്യാദയ്ക്ക് ഭക്ഷണമൊന്നും ഉണ്ടാവില്ലല്ലോ അന്നേരം. എനിക്ക് വലിയ വരുമാനമില്ലല്ലോ. ഇതിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് പിന്നെ എൻ്റെ അനിയന് ഒരു സ്പിന്നിങ്ങും വലിയൊരു ജോലി കിട്ടി. ആ ജോലിൻ്റെ ഒരു വരുമാനമാണ് ആകെ ഉള്ളത്. അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് ഇവള് എന്ന് പറഞ്ഞാൽ പുതിയ പെണ്ണ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ കട്ടിൽ പോലും ഇല്ലായിരുന്നു വീട്ടിൽ. ഇത് ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടില്ല? ഒന്നുമില്ല. അവൾ എൻ്റെ കൂടെ ഇത്രയും കാലം എൻ്റെ അമ്മ എന്തൊക്കെ സഹിച്ചോ അതുപോലെ സഹിച്ചുകൊണ്ട് അത്രയൊന്നുമില്ല. ഇവക്ക് പിന്നെ സാമ്പത്തികമായി വലിയ വിഷമമില്ല.
പിള്ളേർ ഒന്ന് ഒരു ലെവലായപ്പോൾ പിന്നെ ഇവിടെ രക്ഷപ്പെട്ട്. നമ്മുടെ പിള്ളേർ ലെവലായപ്പോൾ രക്ഷപ്പെട്ടു. എത്ര മക്കളാ? 3 മക്കളാണ്. ഒരാൾ അഡ്വക്കേറ്റ്, എനിക്കറിയാം, അറിയാലോ, രൂപേഷ്. എനിക്കറിയാം. പിന്നെ ഒരാൾ പിന്നെ അവിടെ ഒരു ചെറിയ കോൺട്രാക്ട് വർക്കൊക്കെ എടുക്കുന്നു. ഒരാൾ ദുബായിൽ ഒരു സാധാ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നിങ്ങൾക്ക് അവിടുത്തെ കക്കാട് തന്നെയാണോ താമസം? അതെ, കക്കാട് തന്നെ. അവിടുന്ന് മാറിയിട്ടില്ല? ഇല്ല, മാറിയില്ല. മാറിയെന്ന് പറഞ്ഞാൽ ആ വീടില്ലേ, പഴയ വീട്, ആ വീട് മൺകട്ട വീട്, അതിങ്ങനെ പൊളിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വീടെടുക്കണം. വീടെടുക്കാൻ ഇടുന്ന കാശ് അവസാനം നമുക്ക് അന്ന് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ ഒരു ഭവന പദ്ധതി ഉണ്ടായിരുന്നു. അതിലൊരു വീട് സാമ്പത്തികമായി തീരെ ഇല്ലാതുകൊണ്ട് എനിക്കൊരു വീട് കിട്ടി. ആ വീടിന് അന്ന് 20,000 രൂപ മറ്റേ അന്നത്തെ കിട്ടിയത്. അതിനകത്ത് 10,000 രൂപ വരെ സബ്സിഡിയാണ്. അതിൽ ഒരു വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കിയപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞൊരു കാര്യം ചെയ്യും, വീട് നമുക്കെല്ലാം നന്നാക്കാം, അതിന് നമുക്ക് എല്ലാവരും ക്ഷണിക്കാം, വീട്ടിൽ കൂടുതൽ, അങ്ങനെ ഒരു ഏർപ്പാടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ പറഞ്ഞു, ആരും ഒരു കാശ് വേണ്ടതിന്, നമുക്കത് പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോടും പറഞ്ഞു. അപ്പം എൻ്റെ തീരുമാനത്തിന് റെഡി. അപ്പം എന്നോട് പറഞ്ഞു, വീട്ടിൽ കൂടുമ്പം എൻ്റെ കുടുംബത്തോട് പറയണമെന്ന് ഭാര്യ. ഞാൻ പറയാം, എൻ്റെ കുടുംബത്തോട് പറയാം, പിന്നെ നിൻ്റെ കുടുംബത്തോട് തന്നെ പറയുന്നു. നമ്മൾ രണ്ടാളും കൂടി ധാരണയായി. അങ്ങനെ ഒരു 24 ഡിസംബർ 24 ഞാൻ വടകര പരിപാടി കഴിഞ്ഞിട്ട് പോയപ്പോൾ ഒരു കേക്ക് വാങ്ങിപ്പോയി. ഡിസംബർ 25 ക്രിസ്മസിന് രാവിലെ ഈ കേക്ക് മുറിച്ച് നമ്മൾ വീട്ടിൽ കൂടി. എന്താണ് വലിപ്പമുള്ള വീടാ? 3 മുറി? 3 മുറി, ആകെ 3 മുറി, ഒരു അടുക്കള, അതിന് പുറമെ 2 മുറി. ഇപ്പം മക്കൾ വളർന്ന് അവർക്ക് ജോലിയായിട്ടും അല്ല, മക്കൾ വളർന്ന് ജോലിയായിട്ട് മക്കളിപ്പം 3 പേരും കല്യാണം കഴിച്ചത്. അപ്പോൾ ഒരുത്തൻ നമ്മളെ വീടിൻ്റെ മുമ്പിൽ വക്കീൽ, അയാളെ ഭാര്യ ഒരു ടീച്ചറാണ്. വീടിൻ്റെ മുമ്പിൽ അവരൊരു വീടെടുത്ത് ലോണെല്ലാം വാങ്ങിയിട്ട്. മറ്റൊരുത്തൻ ദുബായ്ക്കാരനും എൻ്റെ ഭാര്യ ഒരു LIC ഓഡിറ്ററാണ്. അവർ 2 പേരും കൂടി അവിടെയായി. അവരവരെ കാര്യം. എൻ്റെ വീടിൻ്റെ അകത്ത് പിന്നെ അന്ന് ഉണ്ടാക്കി ഈ വീടില്ലേ, ക്രിസ്മസിന് നമ്മൾ കയറിയ വീട്, നമ്മളെ വീട്ടിൽ ആഘോഷം എന്ന് പറയുന്നത് ഓണവും വിഷുവല്ല, ക്രിസ്മസാണ്. ആ ഓർമ്മ നമ്മളെല്ലാവരും മനസ്സിലുണ്ട്, പിള്ളേരെ മനസ്സിലുണ്ട് ആ ഓർമ്മ. അതുകൊണ്ട് ക്രിസ്മസ് ഒരാഘോഷം. തിരുവനന്തപുരത്തേക്ക് താമസം പറഞ്ഞിട്ട് എത്ര കാലമായി? തിരുവനന്തപുരത്ത് വന്നിട്ടിപ്പം കണക്കിന് 79 ഞാൻ വന്ന 82 വരെ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഏകദേശം. എന്നാൽ ഇവിടെ സ്ഥിരമായിട്ട് 40 വർഷമായി ഇപ്പോൾ തിരുവനന്തപുരത്ത്. എന്നിട്ട് ഭാര്യ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാത്ത? ഭാര്യയെ കൊണ്ടുവരാൻ ഇവിടെ വന്ന് താമസിക്കാൻ കഴിയില്ല സാജൻ. നിങ്ങൾക്കറിയില്ല എങ്ങനെ പറ്റുക. ഭാര്യയും ഞാനും കൂടി ഇവിടെ വന്നാൽ എങ്ങനെ താമസിക്കുക? എനിക്കാകെയുള്ള വരുമാനം എന്താ? ഈ പെൻഷനില്ലേ, എം പി പെൻഷൻ, അത് 25,000 ഉറുപ്പിയുണ്ട്. അതിൻ്റെ അകത്ത് പിന്നെ ലവി കഴിച്ചാൽ ഉണ്ടാവും. ലവി കഴിച്ചാൽ 21,250 രൂപ മറ്റും കാണും. ആ കാശല്ലേ കയ്യിലുള്ളൂ. പിന്നെ ഞാനിത് നമ്മൾ വേറെ ആരും ഒരു വരുമാനം നമ്മളില്ലല്ലോ. അങ്ങനെ വരുമാനം നമ്മൾ വാങ്ങുകയും സ്വീകരിക്കുന്നുമില്ല. ഒരു കാര്യത്തിൽ എനിക്കൊരു നിശ്ചയമുണ്ട്, ആരെ കയ്യിൽ നിന്നും വായ്പ വാങ്ങാൻ ഞാൻ പോവില്ല. വാങ്ങിയിട്ടില്ല? ഇല്ല, ഇതുവരെ വായ്പ വാങ്ങിയില്ല. ആ വായ്പ ഞാൻ ആകെ കൊടുക്കാനുള്ള ഒരാളുണ്ട്. അത് വായ്പയല്ല, 100 രൂപ കൊടുക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് 50 കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾ മരിച്ചു പോയി. നമ്മൾ അയ്യപ്പൻ, കവി അയ്യപ്പൻ എപ്പോൾ എന്നെ കണ്ടാൽ ഒരു 50 രൂപ കൊടുക്കണം. ഞാൻ അയ്യപ്പൻ്റെ കവിത വളരെ ഇഷ്ടപ്പെടുന്ന കവിതയാണ്. തീഷ്ണമായ പദങ്ങളും രൂക്ഷമായി പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള അയ്യപ്പൻ്റെ കഴിവ് തന്നെ. അപ്പോൾ അയ്യപ്പൻ എനിക്കൊരു വലിയ സ്നേഹമാണ്. നമ്മൾ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ നമ്മൾ ഒരുമിച്ചാണ് പോവുക, അയ്യപ്പനെ നമ്മളും കൂടി. അയ്യപ്പൻ ഒരു ദിവസം എന്നോട് പറഞ്ഞ്, പന്നിയാ 100 രൂപ വേണം. സത്യത്തിൽ എൻ്റെ കയ്യിൽ 100 രൂപയൊന്നുമില്ല, കാരണം ഉള്ളത് 80 രൂപയേ ഉള്ളൂ. ഞാൻ 50 രൂപ ഞാൻ പറഞ്ഞു, അയ്യപ്പ നിൻ്റെ 50 ഇതെടുത്തു, 50 കൊടുത്ത്. അത് പറ്റുമല്ല, 100 വേണമെന്ന് പറഞ്ഞു. പക്ഷെ 100 കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു, അയ്യപ്പ ഒരു കാര്യം ചെയ്യും, ഞാൻ നാളെ തരാം എന്ന് പറഞ്ഞു. അതിനുശേഷം അയ്യപ്പനെ കാണുന്ന അയ്യപ്പൻ്റെ ബോഡിയാണ്. അയ്യോ, അതൊരു വല്ലാത്ത നീറ്റലായിപ്പോയി. ഒരു കടക്കാരനെ പോലെ ഞാനായിപ്പോയി. കാരണം ഇതൊക്കെ മനസ്സാണ്, ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾക്ക് ഒരു വല്ലാത്ത ആഴമുണ്ട്. നമുക്ക് ആ ബന്ധങ്ങളെക്കുറിച്ചൊന്നും നിർവചിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യൻ്റെ സ്നേഹബന്ധങ്ങളെന്ന് പറഞ്ഞാൽ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയുള്ള സ്നേഹബന്ധം. ആ സ്നേഹബന്ധത്തിൽ ഒരുപാട് തലങ്ങളുണ്ട്. അതിൽ ആ സ്നേഹബന്ധങ്ങളിൽ പലതും നമ്മൾ പല കാര്യങ്ങളും നമ്മളറിയാതെ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു ആ ബന്ധങ്ങളിൽ. തിരുവനന്തപുരത്ത് പാർട്ടി ഓഫീസിലാണോ താമസിക്കുന്നത്? പാർട്ടി ഓഫീസിലായിരുന്നു. പാർട്ടി ഓഫീസിൽ നമ്മൾ നേരത്തെ സുഗതൻ സാർ താമസിച്ചിരുന്ന മുറിയില്ലേ, ആ മുറിയിലായിരുന്നു. ഒരു കോമൺ റൂമാണ്, ഇതുപോലെ ഒരു റൂമാണ്. പക്ഷേ ആ റൂമിൻ്റെ അകത്ത് എന്താ പറഞ്ഞാൽ, ബാത്റൂമിലെല്ലാം പുറത്താണെങ്കിലും എനിക്കതിനകത്ത് നല്ല പുസ്തകങ്ങൾ വെക്കാനുള്ള അളുമാരിയും ഏർപ്പാടൊക്കെ ഉണ്ട്.
പുസ്തകങ്ങളാണല്ലോ എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാർ. അങ്ങനൊരു സൗകര്യമായിരുന്നു. ഇപ്പം മാറി, ഇപ്പം ജോയിൻറ്റ് കൗൺസിൽ അവിടെയാണ് അത് അവിടെ പണി നടക്കുന്നതുകൊണ്ട്. ആ പണി നടക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടത്തേക്ക് മാറാൻ കഴിയും, തിരിച്ചങ്ങോട്ട് തന്നെ പോകാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് വീട്ടിൽ വല്ലപ്പോഴും പോകുന്നു. ആ വീട്ടിൽ പോകും. വീട്ടിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു MP ആയതുകൊണ്ട് ex-MPക്കും ഫ്രീ പാസ് ഉണ്ടല്ലോ. ഫ്രീ പാസ് എന്ന് പറഞ്ഞാൽ ID കാർഡ് കാണിച്ചാൽ മതിയല്ലോ. ട്രെയിനിലും. അപ്പോൾ ട്രെയിനിൽ ഞാൻ പോവും, പോയിട്ട് വരും, 1-2 ദിവസം അവിടെ നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരും. കാറ് സ്വന്തമായിട്ടില്ല? കാറിൻ്റെ കഥ നിങ്ങൾക്കറിയോ? കാറ് ഞാൻ പാർലമെൻറ്റിൽ എത്തിയപ്പം അവിടെ നിന്ന് നമ്മുടെ PGT ആചാര്യായിരുന്നു പാർലമെൻറ്റ് സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞ് കാണണം എന്ന് പറഞ്ഞ് അയാളെ മുറിയിൽ പോയപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് ഒരു കാറ് നിങ്ങൾക്ക് വേണം, കാറിന് ഏത് കാറാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ആ കാറിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ലോണ് പാർലമെൻറ്റ് തരും, പലിശയില്ലാത്ത വായ്പയാണ്. കാറിനും സാധാരണ കാശല്ല, അവിടുന്ന് ടാക്സ് ഇളവുണ്ട് ഒരുപാട്. നിങ്ങൾക്ക് നല്ലൊരു കാറ്, നിങ്ങൾ തിരിച്ചടവ് എന്ന് പറയും, ശമ്പളം കിട്ടുമ്പോൾ അതിനകത്തൊരു അത് നമ്മൾ തീരുമാനിക്കും ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്ന്. നിങ്ങൾ MP സ്ഥലം കഴിയുമ്പോൾ നിങ്ങളെ ബാധ്യത ഒഴിയും, പിന്നെ കാറും കൊണ്ട് പോവാം. ഞാനിങ്ങനെ നോക്കി ചിരിച്ച്, ഞാൻ പറഞ്ഞത് കാറ് ഞാൻ തലയിൽ വെച്ച് കൊണ്ടുപോകാനാണ്. അല്ല, ഒരു കാറ് വേണ്ട MP-ക്ക്. ഞാൻ പറഞ്ഞത് എനിക്ക് പറ്റില്ല, എനിക്ക് കാറ് പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം കുറച്ചുകൂടി പ്രസവിച്ച് എന്നോട് പറഞ്ഞു, അതെല്ലാം നിങ്ങൾക്ക് മണ്ഡലത്തിലോടാൻ കാറ് എന്തായാലും വേണമല്ലോ, അതുകൊണ്ട് ഇതാകുമ്പം ഇതൊരു ആദായമാണ്, ഈ കാറ് നിങ്ങൾക്ക് ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാറ് വാങ്ങാൻ ഞാൻ മുതലാളിയാവും. ഞാൻ ഒരിക്കലും ഒരു മുതലാളിയാവാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനെന്നും തൊഴിലാളിയാണ്. അല്ല, തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഈ മണ്ഡലത്തോടെ യാത്ര ചെയ്ത്? തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ ഞാൻ യാത്ര ചെയ്ത് നമ്മുടെ ബാലൻ എന്ന് പറയുന്ന നമ്മളൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, നമ്മളെ പാർട്ടിക്കാരനാണ്. അയാൾ ആ സ്ഥിരമായിട്ട് എനിക്ക് ഓടുക, കൃത്യമായി ഓടുന്നതിന് കാശ് അയാൾക്ക് കൊടുക്കും, എല്ലാം ഒരു പൈസയും കടവില്ല, കൃത്യമായി കാശ് കൊടുക്കും. നമുക്ക് TA കിട്ടുമല്ലോ പാർലമെൻറ്റ് MP എന്നല്ലേ? പാർലമെൻറ്റിൽ നിന്ന് ഞാൻ പിരിയുമ്പം 2009 പിരിയുമ്പം 49,000 പാർലമെൻറ്റിൽ അങ്ങോട്ട് കൊടുക്കാനാണ് ഞാൻ കടക്കാരനായിരുന്നു. ആ കടം എൻ്റെ പെൻഷൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ പെൻഷൻ ശരിയാകുന്നത്, ആ ഒരു വർഷത്തെ കാശ് ഒരുമിച്ച് കിട്ടിയല്ലോ. ആ കിട്ടുമ്പം ആ കടവും പേടി, അതിൻ്റെ കൂടി എന്തായെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കടമുണ്ടായിരുന്നു, അതും പേടി. പിന്നെ CGHS പോയിട്ട് അതിൽ ചേർന്ന്, CGHS പോയിട്ട് ചേരണം, എന്നാലേ ചികിത്സ ഫ്രീ ആയിട്ട് കിട്ടും. ആ CGHS പോകണമെങ്കിൽ അന്ന് എത്ര 90,000 റുപ്യ അവൻ്റെ അന്ന് കൊടുക്കണം, ആജീവനാന്തം. അത് കൊടുത്തങ്ങ് ചേർന്ന് പാർലമെൻറ്റ് കിട്ടിയപ്പോൾ ആ പെൻഷൻ കിട്ടിയപ്പോൾ അത് പറഞ്ഞു. അതുള്ള കാര്യം. ഈ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, അങ്ങ് ഈ പാർട്ടിയുടെ സെക്രട്ടറിയായി, സ്റ്റേറ്റ് സെക്രട്ടറിയായി, ഇത്രയും സീനിയർ നേതാവാണ്, പക്ഷേ ഒരു തവണ MP ആയി, ഒരു തവണ മത്സരിച്ച് നിയമസഭയെ തോറ്റു. എന്താണ് സാധാരണ എല്ലാവരും പലതവണ MP-മാരും MLA-മാരും മന്ത്രി, ഒരിക്കൽ പോലും മന്ത്രി വന്നിട്ട് എന്താണ് അങ്ങനെ? അല്ലല്ല, അതല്ല, എനിക്കപ്പോഴേ പിന്നെ അങ്ങനെ ഒരു സ്ഥാനമാനങ്ങൾ വലിയ മോഹം ഒരിക്കലും ഉണ്ടായില്ല, സത്യം പറയുന്നത്. ഓഹല്ല, ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഞാനതല്ലേ പറഞ്ഞ ഒരുപാട് ആളുകളെക്കുറിച്ച്. ഇപ്പം കൃഷ്ണപിള്ള, P. കൃഷ്ണപിള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാനത്തിൻ്റെ നായകനായിരുന്നു. അദ്ദേഹത്തിന് വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു നാളെ എന്തെങ്കിലും ആവുന്നു? അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഇതുപോലെ വല്ല ആലോചിക്കാൻ ഇല്ല. 64 പാർട്ടി ഭിന്നിച്ചപ്പോൾ CPI നിൽക്കുന്ന ഞാൻ, എന്നാൽ CPM പോകുമ്പോഴേ എത്ര സമ്മർദ്ദം ഉണ്ടായിരുന്നു. CPI നിൽക്കുന്ന ഞാൻ എന്തെങ്കിലും സ്ഥാനം വല്ലതും മോഹിച്ചിട്ടില്ല, ഒന്നുമല്ല. അപ്പോൾ സ്ഥാനമാനങ്ങളിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ മാത്രമല്ല, ഈ കൊടികുത്തിയ കാറ് പോകുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, മന്ത്രിയാവുക എന്ന് പറയുന്നത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതെൻ്റെ അജണ്ടയിൽ വന്നിട്ടേ ഇല്ല. ഇത് തന്നെ PK മരിച്ചപ്പോൾ വന്ന ഒടുവിലായ 2005 ഞാൻ മത്സരിക്കുന്നത്, അന്ന് നിർബന്ധിച്ചായി മത്സരിക്കുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു, ഇത്തവണ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു താല്പര്യം നോക്കിയിട്ട് രാഷ്ട്രീയമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന ഇപ്പോഴും, അല്ലെങ്കിൽ ഇത്തവണ മത്സരിക്കില്ല, ഞാൻ മത്സരിക്കില്ല എന്ന് വെച്ചതാണ്. പാർട്ടി എന്നോട് ബോധ്യപ്പെടുത്തി ഇങ്ങനെയാണ് കേസ്, ഈ രാജ്യത്തെ ഇന്നത്തെ നിലപാടിൽ നമുക്ക് ഇപ്പം ഇങ്ങനെ നിൽക്കാതെ പറ്റില്ല, അതിനുവേണ്ടി മത്സരിക്കുക. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ എന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല. ഒന്ന്. മറ്റൊന്ന്, നിങ്ങൾക്കറിയോ, ഈ കൊടികുത്തിയ കാറിൻ്റെ കഥ പറയുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഒരു ചുവന്ന ബോർഡ് വെച്ച കാറ് പോകുന്നത് ഒരു ആവേശമാണില്ലേ? നിങ്ങൾക്ക് തോന്നുമല്ലോ. ഒരു ദിവസം ഞാനിങ്ങനെ പിന്നെ ചടയമംഗലത്തൊരു ജനറൽ ബോഡിക്ക് പോയി. ഞാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് ഒരുപാട് കൊല്ലം നിന്നു. PKVയുടെ കീഴിൽ ഞാനും സഖാവ് വെളിയത്തിൻ്റെ കീഴെ ഞാനും നിന്നതാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട്. അതൊരു വലിയ പാടാണ്. വെളിയം ഭാർഗവനെന്നും PK വാസുവെന്നാരും. PKV
PKV ഇത്ര ശുദ്ധനായൊരു മനുഷ്യൻ, ആ PKV നമ്മളെയൊക്കെ ഓരോ അണുവും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ചു തരുമായിരുന്നു. ഒരു ഉദാഹരണം പറയാം, സെക്രട്ടറി സ്ഥാനത്തുള്ളപ്പം സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയാൽ ആദ്യം എന്നെ കാണിക്കും, രവിബ വായിച്ചു നോക്കിയിട്ട് വല്ലതുകൊണ്ട് തിരുത്തി കൊടുക്കണേ. 2 തവണ കേട്ടപ്പോൾ എനിക്കൊരു സംശയം, PKV എന്താ അങ്ങനെ എന്നോട് പറഞ്ഞ്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, PKV സഖാവന്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ പറയാൻ പറ്റുമോ? സഖാവ് എഴുതിയാൽ പിന്നെ അത് തിരുത്തൽ പറഞ്ഞു എന്ന് പറഞ്ഞ്, ഇങ്ങോട്ട് വാ, താങ്കൾ മനസ്സിലായില്ല, ഞാൻ എഴുതുന്നത് ഞാനാ വായിക്കുന്നത്, ഞാൻ എഴുതുന്നത് ഞാൻ തന്നെ വായിക്കുക, എൻ്റെ തെറ്റ് എൻ്റെ വായനയിൽ മനസ്സിലാവില്ല, അതുകൊണ്ട് വേറൊരാൾ നോക്കണം, നീ താൻ നോക്കണം, താങ്കൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. മാത്രമല്ല, ഞാൻ പറഞ്ഞ വിഷയത്തിൽ താങ്കൾക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? നമുക്ക് സംസാരിച്ച് തിരുത്താലോ. അതെ, അതിനു കൂടിയല്ലേ. അതൊരു വലിയ പാഠമാണ് PKVയുടെ. PKVയുടെയും വെളിയത്തിൻ്റെ ഒരു ശിക്ഷണം, ആ ശിക്ഷണത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ചടയമംഗലത്ത് പാർട്ടി ജനറൽ ബോഡിക്ക് പോയി. അപ്പോൾ പോകുമ്പോൾ നമുക്ക് പാർട്ടി ഓഫീസിൽ കാറൊന്നുമില്ലല്ലോ. കാർ ഒരു കാറ് PKV കൊണ്ടുപോകുന്ന, പിന്നെ ഒരു കാറ് പാർട്ടി ഓഫീസിൽ വെളിയത്തിന് പോകാൻ കാറ് വേണ്ടേ, ഒരു അംബാസഡർ കാറുണ്ട്. അപ്പം ഞാൻ പോയി KSRTC ബസ്സിൽ പോയി അവിടെ ജനറൽ ബോഡി യോഗം കഴിഞ്ഞ് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് ബസ്സിൽ വരാൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു. അപ്പോൾ നമ്മളെ കരിയൻ്റെ വേണ്ടി ഇങ്ങനെ ഒരു ചുവന്ന ബോർഡുള്ള കാറുമായിട്ടൊരു കാറുമായിട്ട് നിൽക്കുക. ഇറങ്ങിയിട്ട് ഒരു രവിയേട്ട എങ്ങനെ എന്താ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് പോകാൻ. കയറി എന്ന് പറഞ്ഞു. ഞാൻ ഇതിൻ്റെ അകത്ത് കയറി ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ വെളിയം ഭാർഗവൻ. അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കി, എവിടെ പോയേ? ഞാൻ പറഞ്ഞ ആശാനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെലവങ്ങനെ പോയി അല്ല, ശരി നാളെ കാണാൻ തോന്നി പോയി. അടുത്ത ദിവസം രാവിലെ എന്നെ വിളിപ്പിച്ച്, അങ്ങോട്ട് വാ, നിങ്ങൾ ഇന്നലെ വന്നത് ഏത് കാറിലാണ്? ഞാൻ പറഞ്ഞ കരിയലിവിൻ്റെ. എല്ലാ കാറ് നോക്കിയ കേരള സ്റ്റേറ്റ് കാറിലാണ് വന്നത്. നിങ്ങൾ കേരളത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടീൻ്റെ സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറിയാണ്. നമുക്ക് കീഴില്ല മന്ത്രിമാർ, നമുക്ക് കീഴില്ല ഭരണത്തിനും മേലിയ പാർട്ടി. അപ്പം നമ്മൾ ആ വണ്ടിയിൽ വന്നാൽ അത് തെറ്റാ, അത് ഡെയിലി ഇത് ആവർത്തിക്കാൻ പാടില്ല. പിന്നെ ഞാൻ ചുവന്ന ബോർഡ് വെച്ച കാറ് പോയില്ലല്ലോ, മന്ത്രിൻ്റെ MLAൻ്റെയും കാറ് പോയില്ല, ഒരാളെയും കാറ് പോയില്ല. അതൊക്കെ ഒരു പാടാണ്. വെളിയത്തിനടുത്തുള്ള ജോലി വർക്ക് ചെയ്യുന്ന ഇതൊക്കെ ഒരു വലിയ പാടാണ്. കാരണം പഴയ ആളുകൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ കൊണ്ടുകിടക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. വെളിയം ഭയങ്കര കോപിഷ്ഠനാന്ന് കേട്ടിട്ടുണ്ട്. അല്ല, കോപിഷ്ഠനാവും. പക്ഷേ കോപിഷ്ഠനായാലും അത് കോപിഷ്ഠനാവേണ്ട കാര്യത്തിന് കോപിഷ്ഠനാവും. അല്ലാതെ വെളിയം വളരെ കണ്ണിങ്ങാണ് എല്ലാ കാര്യത്തിനും. ദേഷ്യത്തോടെ പറയും, അത് പറയും. പക്ഷേ ഏത് കാര്യവും മൂപ്പര് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന അവസാന വാക്കായിരിക്കും. എന്തൊക്കെ തർക്കം വന്നാലും മൂപ്പര് പറഞ്ഞെടുത്ത് എത്തും. കാരണം എന്താ പറയുക, മൂപ്പര് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയും. അങ്ങനെയാണ്. ഇപ്പം ഞാൻ ചോദിക്കുക, ഞാനിപ്പോൾ ഈ വാച്ച് കിട്ടല്ലേ, ഇപ്പോൾ ഈ വാച്ച് നിങ്ങൾ കണ്ടല്ലോ, ഈ വാച്ച് ഒരു തവണ TV ചർച്ചയിൽ ഒരാളെന്നോട് വിളിച്ചു ചോദിച്ചു, അല്ല നിങ്ങൾ വാച്ച് മാറിയിട്ടുണ്ടോ? ആളുകൾ അത്ര ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടേ. വാച്ച് മാറിയോ? ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ തവണ ഒരു ചെയിനുള്ള വാച്ചാണല്ലോ, ഇത്തവണ സ്റ്റേപ്പാണല്ലോ. ഞാൻ പറഞ്ഞു ചെയിൻ പൊട്ടിപ്പോകുന്ന സ്റ്റേപ്പാക്കിയത് സത്യത, ടൈറ്റാൻ വാച്ചായത്. ഇങ്ങനെയാണ് ആളുകൾ. അപ്പോൾ എനിക്ക് ഒരു വാച്ച് കൊണ്ട് തന്നു. അത് വളരെ പ്രധാനപ്പെട്ട കേസാണ്. കൊണ്ടു തന്ന ചെക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പാർട്ടി സഖാവായിരുന്നു. അയാളെ മകൻ ഗൾഫിൽ നിന്ന് കൊണ്ടു തന്ന അയാൾക്ക് എനിക്കത് തരണം. ഞാനായിട്ട് വളരെ എളുപ്പം ആ വീട്ടിൽ പോയി ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ രാവിലെ വന്നിട്ട് എൻ്റെ കൈക്ക് ആ വാച്ച് കിട്ടി. വാച്ച് അതിനത് കാണേണ്ട ആ വാച്ച് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന വാച്ചാണ്, സ്വർണ്ണത്തിന് നിറമുള്ള വാച്ച്. ഗൾഫല്ലേ, ഗൾഫുകാരെ വാച്ച് എന്ന് പറഞ്ഞാൽ അന്ന് വലിയ പ്രസിദ്ധമല്ലേ, ഇവിടെ നല്ല വാച്ചുകളൊന്നും വരാതെ കാലമല്ലേ. അപ്പോൾ ഞാൻ ആ വാച്ച് കെട്ടി ഇയാളെ കൂടെ രാധാകൃഷ്ണ കടയിൽ രാവിലെ ചായ കുടിക്കാൻ വരുന്നു, തട്ടുകടയിൽ. അപ്പം ആശാൻ വരിക. ആശാൻ വന്ന് ഇറങ്ങി എന്നെ കണ്ട്, എങ്ങോട്ടാ വന്ന്? ഞാൻ പറഞ്ഞില്ലേ ചക്കര കൂടി ഒന്ന് ചായ കുടിക്കാൻ പോവാം. പോയിട്ട് വരുമല്ലോ വാ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് വന്നിട്ട് ആശാനോട് സ്വർണത്തിൻ്റെ വാച്ചും കിട്ടിയാൽ പുറപ്പെട്ടത്. അപ്പനൊക്കെ ഷോക്കായി. ആശാൻ്റെ വാക്ക് ആശാൻ പറഞ്ഞതേ പറഞ്ഞുള്ളൂ, ഈ വാച്ച് ഒഴിവാക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ അപ്പോൾ തന്നെ മുകളിൽ കൊണ്ട് ഈ വാച്ച് അടി അടിച്ചു വെച്ച്, പിന്നെ ആ വാച്ച് കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ജീവിക്കണമെന്നതിൻ്റെ മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പിൽ എനിക്കൊരു വിഷമവും തോന്നിയില്ല. അതെല്ലാം ശരിയാണെന്ന് തോന്നുകയും ആ ശരിയായ കാര്യത്തിൽ ഞാൻ നിൽക്കുകയും ചെയ്തിട്ടേ ഉള്ളൂ. ഒരിക്കലും മാറിയില്ലല്ലോ, ആ വാക്കുകൾ മാറിയില്ല.
ഞാൻ പിന്നെ ഈ വാച്ച് എൻ്റെ ട്രേഡായിട്ടുള്ള വാച്ചല്ലാതെ വേറെ ഉപയോഗിച്ചില്ലല്ലോ. ഈ ഷർട്ടും കൊണ്ട് ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചില്ലല്ലോ. എൻ്റെ മകൻ ഒരു തവണ വരുമ്പോൾ നല്ല കൂടിയ ഒരു ഷർട്ട് കൊണ്ടുതന്നു. ഗൾഫിൽ നിന്ന് വന്നപ്പോൾ അപ്പോൾ കൊണ്ടുതന്നത് അച്ഛനാന്ന് പറഞ്ഞ് വെളുത്ത ഷർട്ട്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെയുള്ള ഷർട്ട് ഉപയോഗിക്കില്ല. ഇതൊക്കെ ഒരു നിശ്ചയം വേണം. നിങ്ങൾ സാമൂഹ്യ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ അർപ്പിക്കുന്നത് സമൂഹത്തിനാണ് നിങ്ങളുടെ ജീവിതം. ആ സമൂഹത്തിൽ നിന്ന് റിട്ടേൺ ഉദ്ദേശിച്ചല്ല നിങ്ങൾ സമൂഹത്തിൽ ജീവിതം അർപ്പിക്കുന്നത്. നിങ്ങൾ എങ്ങനെ എത്ര വലിയ രാജകീയമായി എങ്ങനെ ജീവിക്കുക? എന്താ ജീവിക്കാൻ നിങ്ങൾക്ക് എവിടെ വരുമാനം? ഒരു പൊതുപ്രവർത്തകന് ഒരു കാറും ആളും ബാളും എങ്ങനെ ബ്രാൻഡ് ഷർട്ടും മുണ്ടും അതിനനുസരിച്ചെല്ലാം ജീവിക്കാൻ എവിടുന്ന വരുമാനം? ഇത് കൗണ്ട് ചെയ്യില്ലേ? ജനം ചോദിക്കൂലേ? നമ്മൾ ഏത് മുക്കിനും മൂലയിലും പോലെ ജനത്തിന് നമ്മളെ അറിയാലോ. നമ്മൾ ഏത് കടയിൽ കയറുന്നുണ്ട്, എന്ത് കഴിക്കുന്നുണ്ട്, ആളുകൾ നോക്കുന്നുണ്ടല്ലോ. നിങ്ങളെ ഓരോ പൊതുപ്രവർത്തകനും പുറത്ത് ജനങ്ങളെ മുമ്പിൽ ഇറങ്ങും, 1000 കണ്ണുകൾ അയാളെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട്. അയാളറിയില്ല, അയാളെ കാൽക്കുറ്റ് ചെയ്യുന്നുണ്ട്. ആ കാര്യം നമ്മളെ പൊതുപ്രവർത്തകർ ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മളെ പൊതുപ്രവർത്തകരംഗം സംശുദ്ധമാവും. പാർട്ടി സെക്രട്ടറി ആയിട്ട് 3 കൊല്ലം ഇരുന്നു. അതങ്ങ് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയത് അതെന്താ? അതെ, 3 വർഷം ഞാൻ നിന്ന്. പാർട്ടി പോലെ ഇത് ഞാൻ അധികാരം വേണ്ട എങ്കിലും പാർട്ടിയുടെ പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് 3 വർഷം നിന്ന് 3 വർഷം നിന്ന് ഞാൻ ഒഴിവായി. ആ സെക്രട്ടറി ആയ ഒരു കാലം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മളെ പാർട്ടിക്കകത്ത് ഭിന്നതയുള്ള സമയം, കുറച്ച് ഭിന്നതയുള്ള സമയത്താണ്. അപ്പോൾ സെൻട്രൽ കമ്മിറ്റിക്കാരൻ, ഞാൻ അന്നും സന്നദ്ധമായിരുന്നില്ല, സെൻട്രൽ കമ്മിറ്റിക്കാരനോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഈ ഘട്ടത്തിൽ നിങ്ങൾ പാർട്ടി സെക്രട്ടറി ആവും. അങ്ങനെ ഞാൻ പാർട്ടി സെക്രട്ടറിയായി. 3 വർഷമായി ആ ഭിന്നത മുഴുവൻ ഒഴിവായി, പാർട്ടി നേരെയായി. 3 വർഷമായപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി എൻ്റെ ബാധ്യത മാറിയിരിക്കും, എന്താ പിടിച്ചു. അതിലൊന്നും പ്രശ്നമില്ല. സ്ഥാനമാനങ്ങളില്ല. ഒരു പാർട്ടി പ്രവർത്തകൻ ഏത് സ്ഥാനത്തുണ്ടെന്നുള്ളതല്ല. ഞാൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഒഴിവായതിനു ശേഷം ഞാൻ ഈ പാർട്ടിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവിലും സെൻട്രൽ സെക്രട്ടറിയിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പാർട്ടിയുടെ കൺട്രോൾ കമ്മീഷൻ്റെ ചെയർമാനാണ്. കൺട്രോൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ടിയുടെ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിൻ്റെ പദവിയാണ് നമ്മളെ പാർട്ടിയിൽ. അത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു ഞാനേ ഉണ്ടായിട്ടുള്ളൂ. ആ നിലയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ ഒഴിഞ്ഞു വന്നതിന് ശേഷം പിന്നെ സ്ഥാനമാനങ്ങൾ എന്തിനാ? പിന്നെ എനിക്ക് അതിലും വലിയ സ്ഥാനം ഏതാ ഉള്ളത്? പാർട്ടി കൺട്രോൾ കമ്മീഷൻ ചെയർമാനേക്കാളും വലിയ സ്ഥാനം ഏതാ? പിന്നെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. അതെന്തായാലും നമ്മളില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പാർട്ടി പ്രവർത്തനത്തിൽ ഞാൻ പൂർണ്ണമായി പാർട്ടി പ്രവർത്തനത്തിലാണ്. സ്ഥാനമാനങ്ങളില്ല. ഇപ്പോൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ പന്നിയലി വന്നിട്ട് ഏത് സ്ഥാനത്താണ്? ഒരു ചോദ്യമില്ലല്ലോ. ഞാൻ എല്ലാ പ്രവർത്തനത്തിലും ഉണ്ടാവും. ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും കാണേണ്ടത് അയാൾ സ്വന്തം അയാളെക്കുറിച്ചുള്ള ധാരണ അയാൾക്ക് ഉണ്ടാവണമെന്നാണ്. ആ ധാരണയില്ലേ? ഇല്ലെങ്കിൽ പെശക. അത് ഈ കാലം അത്രയും കൊണ്ടു നടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി വല്ല പെശകുണ്ടെങ്കിലും ജനം പറഞ്ഞാൽ ഞാൻ തിരുത്തും. ഒരാൾ എന്നോട് പറയുന്നത് ഇങ്ങനെയൊരു കുഴപ്പമുണ്ട്, ഞാൻ ആലോചിച്ച തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്താനുണ്ടല്ലോ. നമ്മളതല്ലേ വേണ്ടത്. അങ്ങനെയല്ല നമ്മൾ മാറി വരേണ്ടത്. അതുകൊണ്ട് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. ആ സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചത് സുഖം എന്ന് പറയുന്ന ഒരു പുതിയ ഏതെങ്കിലും ഒരു എന്താ പറയണ്ടേ, മനുഷ്യന് സാധാരണ ഒരു സുഖം എന്ന് പറയുന്ന ഒരു വലിയ മോഹമില്ലേ, ആ മോഹമൊന്നും എന്നെ നയിച്ചില്ല. എന്നും ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം പരിഹരിച്ചൊരു പാവപ്പെട്ടവനാണെങ്കിൽ അവൻ്റെ സംതൃപ്തിയാണ് എൻ്റെ സുഖം. അതേ എനിക്കുള്ളൂ. ഞാനൊരു പാവപ്പെട്ടവനെ എന്നെ എന്തെങ്കിലും പരിഗണിക്കേണ്ടെന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം വന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ പാർട്ടിയുടെ ഒരു ആവശ്യമായതുകൊണ്ടായത് അല്ലേ? പാർട്ടിയുടെ ആവശ്യം അതെനിക്കും ബോധ്യമായി. പാർട്ടിയുടെ ആവശ്യമല്ല ഇന്നത്തെ ഇന്ത്യ. ഈ ഇന്ത്യയിൽ നമുക്ക് അനിവാര്യമായൊരു കാര്യമാണത്. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കൊണ്ടു നടക്കുന്നത് മനുഷ്യ സാഹോദര്യമാണ്. ഇപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നല്ലേ പറയുന്നത്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ദളിതനും, ഈ 4 നമ്മൾ വ്യത്യാസമില്ലല്ലോ. നമ്മൾ തമ്മിൽ വ്യത്യാസമില്ലല്ലോ. നമ്മൾ ഏത് മതം എന്ന് വ്യത്യാസമില്ലല്ലോ. മതത്തിൻ്റെ പരിഗണന വരികയും മനുഷ്യന് അവൻ്റെ മനസ്സിനകത്ത് എല്ലാ ഭാരവും ഇറക്കി വെക്കാവുന്ന പ്രാർത്ഥന, ദൈവത്തെ പ്രാർത്ഥിക്കാൻ പോലും അനുവാദം കൊടുക്കാതെ ഒരു നാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ആ അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് സംസാരിക്കേണ്ടി വരില്ലേ? അതിന് പറ്റിയ ഒരു ഘട്ടം വന്നിരിക്കുന്നു. ആ ഘട്ടം സ്വീകരിക്കാതെ വയ്യ. അതുകൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥിയായത്. തെരഞ്ഞെടുപ്പ് സാമ്പത്തിക പ്രതിസന്ധി ഇല്ലേ ഈ ഇലക്ഷനെ? സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ. അല്ല, എൻ്റെ അടുത്തൊരു പൈസയില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്തൊരു പൈസയുമില്ല. എൻ്റെ അടുത്ത് കൊടുക്കാനല്ല. ആകെ എല്ലാം കൂടി എൻ്റെ പെൻഷനെല്ലാം കൂടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 19,000 റുപ്യൊക്കെ അടുത്തുണ്ടാവും. ഇത് ഞങ്ങളതിപ്പോൾ എടുത്തില്ല. അതെടുത്ത്
അത്രയും കാശുണ്ടാവും. കാരണം ഇപ്പോൾ എടുക്കണ്ട. അപ്പോൾ ഇത് പാർട്ടി വഹിക്കുമായിരിക്കും. ഏത് പാർട്ടി അതിൻ്റെ ചിലവൊക്കെ പാർട്ടി വഹിക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടീൻ്റെ അടുത്ത് ഇടുന്ന കാശ് ജനങ്ങളടുത്ത് പിരിക്കുക തന്നെ. ഇപ്പം ഞാനിപ്പം ഇടയ്ക്ക് അക്കൗണ്ടൊക്കെ കൊടുത്ത് ഞാൻ സുഹൃത്തുക്കൾക്ക്, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു ലെറ്റർ പിന്നെ വാട്സപ്പിൽ ഇട്ടിരുന്നു. ഇങ്ങനെ ഞാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ആളുകൾക്ക് സഹായിക്കാം. എന്നാൽ അത് ഏറ്റവും വലിയ ഫലം ചെയ്തു. 10 രൂപ മുതൽ നമ്മുടെ ആളുകൾ തന്നു. ഒരാൾ 10 രൂപ എന്നിട്ട് എനിക്ക് എഴുതി, പിന്നെ പ്രിയ രവിയേട്ടന് 10 രൂപയെ ഞാനിപ്പോൾ അയക്കുള്ളൂ. ഇത് എൻ്റെ ഒരു സംഭാവനയായിട്ട് കണക്കാക്കണം. ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയാണ്. ഞാൻ സുഖമില്ലാതെ കിടപ്പിലായിപ്പോയി. മരുന്ന് വാങ്ങി ഞാൻ കടക്കാരനായി. അതുകൊണ്ട് മാത്രം കൂടുതൽ കാശ് തരുന്നുണ്ടായി. ഇതുപോലുള്ള ചില കത്തുകൾ വായിക്കുമ്പോൾ എനിക്ക് തന്നെ മനസ്സിൽ വലിയ വിഷമം. ഞാനെന്നിട്ട് ആലോചിച്ചിടോ, ഇവനെ വല്ലതും ഞാൻ അങ്ങോട്ട് സഹായിക്കേണ്ടതാണല്ലോ. അല്ല, അതുപോലുള്ള പാവങ്ങൾ എത്ര പാവങ്ങളുണ്ടെന്ന് നിങ്ങളുടെ ധാരണ? മനുഷ്യർ പലരെയും കാണുന്നില്ലല്ലേ. നമ്മൾ ചില ആളുകൾ ഗമ്മേലെ നടക്കുന്ന വെച്ചോ, അവൻ്റെ കുടുംബത്തിന് സ്ഥിതി എന്തായിരിക്കും? അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് അതിൻ്റെ ഒരു പ്രതികരണം എനിക്ക് തോന്നുന്നു. ഒരു വലിയ വിഭാഗം ജനങ്ങൾ തുച്ഛമായ കാശ് 10 രൂപയും 20 രൂപയും 50 രൂപയും 100 രൂപയും പാവങ്ങളല്ലേ. പക്ഷെ അവർ തരുമ്പം അവർക്ക് കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ അവരൊരു പങ്കാളിയായി എന്നുള്ളൊരു മനസ്സിന് ഒരു സന്തോഷം കൂടി അതുണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെ പോകുന്നു തിരുവനന്തപുരത്തെ? തെരഞ്ഞെടുപ്പ് നന്നായി പോകുന്നുണ്ട്. നമ്മളിപ്പം എല്ലാ സ്ഥലത്തും പോയപ്പോൾ നല്ല പ്രതികരണമായിരുന്നു. ഇപ്പം 2 പിന്നെ ദിവസം വെച്ചിട്ട് ഓരോ അസംബ്ലി മണ്ഡലത്തിലും പോയി. അസംബ്ലി മണ്ഡലത്തിൽ നല്ല പ്രതികരണമായിരുന്നു. കാരണം നമ്മൾ 7 അസംബ്ലി മണ്ഡലത്തിൻ്റെ അകത്ത് 6 നമ്മൾ ജയിച്ചതാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്. അപ്പോൾ ഇത്തവണ നമുക്ക് മാത്രമേ അല്ലാത്തുള്ളൂ. അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ പോയപ്പം എവിടുന്നും സാധാരണഗതിയിൽ ജനങ്ങൾ പോയപ്പം ചിലപ്പോൾ കാണുമ്പോൾ ഒരു വിരക്തിയൊക്കെ കാണിക്കുന്നത് അതുപോലെ ഇത്തവണ ഉണ്ടായില്ല. അതെനിക്കൊരു വലിയ ഒരു ആത്മവിശ്വാസം. കേരളത്തിൽ മൊത്തം ഇടതു മുന്നണിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് CPIയുടെ അല്ലേ, തൃശ്ശൂരും മാവേലിക്കരയിലും നല്ല പ്രതീക്ഷയുണ്ടെന്ന് തോന്നുന്നത്. തൃശ്ശൂരും മാവേലിക്കരയിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തോന്നുന്നുണ്ടോ? ഇന്ത്യ മുന്നണിക്ക് ഒരുമിച്ച് എന്നാൽ അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കഴിയുന്ന ഒരു സ്ഥിതി പൊതുവിൽ ഇപ്പം വന്ന് പിന്നെ UP-യിൽ മുന്നണിയായി, ബീഹാറിൽ മുന്നണിയായി. ഇതുപോലുള്ള പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിന് അടുത്ത് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് വന്നാൽ നമുക്ക് ഒന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റിയാൽ പ്രതീക്ഷയ്ക്ക് ഭാഗ്യമുണ്ട്. പിന്നെ മാത്രമല്ല പിന്നെ റൂളിംഗ് പാർട്ടി എന്ന രീതിയിൽ ആ പാർട്ടിക്കുള്ള ഇന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന കുറേ പ്രവർത്തനങ്ങൾ അത് കുറച്ച് കൂടിപ്പോയി, ചെയ്യരുതായിരുന്നു. ഞാനിപ്പോൾ പറയാം, ഒരു പാർട്ടിയുടെ ഇപ്പം നേരത്തെ തന്നെ ചിദംബരത്തെ കൊണ്ടുപോയി അകത്താക്കിയപ്പോൾ ഞാൻ അധികമായിട്ട് ചോദിച്ചിരുന്നു. ഞാനന്ന് പാർലമെൻറ്റിലുള്ളപ്പോൾ ഇയാൾ ധനകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. ഇത് സുപ്രീം കോടതിയിൽ വലിയ വക്കീലാണ്. അദ്ദേഹത്തെ കൊണ്ടുപോയില്ല അകത്താക്കി 11 മാസം. ആ 11 മാസം അകത്താക്കിയിട്ട് ഒരു എവിഡൻസും ഇല്ല. അവസാനം കോടതി തന്നെ പറഞ്ഞ് എവിഡൻസുമായിട്ട് വന്നേരം ഇദ്ദേഹത്തെ കൊണ്ടുവരാമെന്ന്. അന്ന് വിട്ടതാ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നീതിയുടെ ഭാഗം എവിടെയെങ്കിലും കാണണ്ടേ? നമ്മൾ അടിയന്തരാവസ്ഥയിൽ നമ്മൾ എതിർത്തതിൻ്റെ കാര്യം എന്താ? അന്നത്തെ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം മാത്രമല്ല, അതിനുശേഷം നടന്ന നടപടിയാണ് നമ്മുടെ എതിർപ്പിന് വലിയ കാരണം. ഇതും അങ്ങനെയല്ലേ? ഇതെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കേജ്രിവാളിനെ കൊണ്ടുപോയി അകത്താക്കി, എന്താ ന്യായം? അതും ഇപ്പോൾ വരുന്നതെന്താ അറിയോ? ഇയാളെ അകത്താക്കി മറ്റവൻ മാപ്പ് സാക്ഷിയാകുമ്പോൾ പറഞ്ഞതാണ് ഇയാളെ പേര്. മാപ്പ് സാക്ഷിയുടെ പിതാവിന് സീറ്റും കൊടുത്തു. അതെ, സീറ്റ് പിതാവിന് സീറ്റ്. ഇയാൾ അറസ്റ്റായ 4-ാം ദിവസമാണ് ഇയാൾ മറ്റേ ഇലക്ട്രൽ ബോണ്ട് എടുത്ത് കാശ് കൊടുക്കുന്നത്. 55 കോടി രൂപ കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊക്കെയാ സ്ഥിതി. ഇരിക്കട്ടെ, നമുക്ക് നോക്കാം. അല്ലെ, ഇനി അങ്ങേടുത്ത ഇലക്ഷൻ പ്രചരണമായ കാരണം വിശദമായി ചർച്ച ചെയ്തില്ല. നമുക്കൊരിക്കൽ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, കാരണം നമുക്ക് ചർച്ച ചെയ്യണം, ഒരുപാട് ചർച്ച ചെയ്യാം. ഫ്രീ ആയിട്ട് ചർച്ച ചെയ്യണം. ഇലക്ഷൻ കഴിയട്ടെ. എൻ്റെ ഈ പ്രചരണത്തിൻ്റെ ഇതിനിന്ന് പോകണം. ആയിക്കോട്ടെ, സന്തോഷം. താങ്ക് യു. സന്തോഷം.